ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്നെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? Am I audible? കേൾക്കാമോ? പറയൂ സർ. സുരേന്ദ്ര സാർ ഇത് പറയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കാം. ഓക്കെ ഓക്കെ. ബിന്ദുമോൾ മാഡം കേൾക്കാമോ? ബിന്ദു മാം, എന്താണ് ആരും സംസാരിക്കാത്തത്? എല്ലാവരും ഒന്ന് സംസാരിക്കാമോ? ഒന്ന് സതീഷ് കുമാർ സാർ എന്നെ കേൾക്കാമോ? ഗുഡ് ഈവനിങ് സാർ. കേൾക്കാം, തീർച്ചയായിട്ടും കേൾക്കാം. ഗുഡ് ഈവനിങ്. ഞാൻ ജസ്റ്റ് കയറിയതേ ഉള്ളൂ ഇപ്പൊ. വെരി ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഗുഡ് ഈവനിങ് സാർ. ഓക്കെ, വളരെ സന്തോഷം. ഇങ്ങനെ ഒരു പുതിയ വർഷത്തിൽ ഒരു പുതിയ ഉത്സാഹത്തോടു കൂടി, പുതിയൊരു ഊർജത്തോടു കൂടി, ഒരുപാട് പുതിയ സ്വപ്നങ്ങളോട് കൂടി, പ്രതീക്ഷകളോട് കൂടി നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് പിരിഞ്ഞതായിരുന്നു. ഇന്ന് നമ്മൾ എല്ലാവരും വീണ്ടും പുതിയ വർഷത്തിലാണ് നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ ലാസ്റ്റില് ഒരു ചെറിയ രീതിയിൽ തുടക്കമിട്ട ഈ ഒരു എളിയ സംരംഭം ഏതാനും ആഴ്ചകളോളമായിട്ട് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. 60 പേരാണ് ഇപ്പൊ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ എല്ലാവരും ഒരു കുടുംബം പോലെ ആയിട്ടുണ്ട്. വളരെ നല്ല സഹകരണമാണ് എല്ലാവരും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സമയം കിട്ടുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, അവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും പങ്കുവെക്കാറുണ്ട്. പക്ഷെ ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ ആദ്യമേ തന്നെ പറയാണ്, ഇപ്പോ നമ്മുടെ സുനൈന മാഡം അടക്കമുള്ള കുറെ ആളുകൾ എന്നെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു വിളിക്കാനോ അവരെ കോൺടാക്ട് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഏറ്റവും തിരക്കേറിയ ഒരു സമയമായിരുന്നു കഴിഞ്ഞ ഒരു ആഴ്ച എന്ന് പറയുന്ന സമയം. നമ്മളൊരു കുറച്ച് ക്രിയേറ്റീവ് വർക്ക്സ് ഒക്കെ ആയിട്ട് അങ്ങനെ തിരക്കിലായി പോയ ഒരു സാഹചര്യമായിരുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. പിന്നെ ആദ്യമേ പറയാണ്, ഇന്ന് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പുറത്തുനിന്ന് വേറെ ഗസ്റ്റ് ഒന്നും ഇല്ല. നമ്മുടെ ഒരു ക്ലോസ്ഡ് മീറ്റിംഗ് പോലെയാണ് ഇത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് ശരിക്കും വരേണ്ടിയിരുന്ന സാറ് ഡോക്ടർ ഫിറോസ് സയ്യിദ് ആയിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു HR മാനേജറും റിക്രൂട്ട്മെന്റ് ഫിഷനൊക്കെയാണ്. ഒരുപാട് കമ്പനികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. പക്ഷെ അദ്ദേഹം നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ പുള്ളിക്ക് കുറച്ച് എമർജൻസി സിറ്റുവേഷൻ കാരണം പുള്ളിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പുള്ളി അപ്പോളജി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തൽക്കാലം എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ തന്നെ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. അപ്പോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നമ്മൾ എവിടെ നിന്നാണോ നിർത്തിയത്, കാരണം നിങ്ങൾക്ക് അറിയാലോ, ആദ്യത്തെ ഒരു 3 ക്ലാസ് ഞാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 3 ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയ അവിടുന്ന് നമുക്കിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ചോദ്യോത്തരങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? റെഡി അല്ലേ? അതെ സാർ. സാറിന്റെ ഒരു ക്ലാസ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സാറിന്റെ ക്ലാസ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇംപ്രസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഫസ്റ്റ് 2-3 ക്ലാസ്സസ് സാറിന്റെ കേട്ടിരുന്നു. ഗ്രേറ്റ് ക്ലാസ് ആണ്. സാറിന്റെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം അത് മാത്രമല്ല, ഒരു ഇന്ററാക്ഷനൂടെ ഇതിനിടയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പൻസ് തമ്മിലൊന്ന് പരിചയപ്പെടാനും ആരെന്ത് ചെയ്യുന്നു അവരുടെ അതൊന്നും നല്ലതായിരിക്കും. കാരണം നമ്മൾ ഉണ്ടെങ്കിലും ഇതുവരെ നമുക്ക് പരസ്പരം ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഈ പാർട്ടിസിപ്പൻസ് തമ്മിൽ നമ്മളുടെ ഈ ക്ലാസ്സിലുള്ള. അപ്പൊ അതിനൊരു അവസരം തന്നാൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. ഞാനൊരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാനൊരു ചെറിയൊരു ഇൻട്രോ പറഞ്ഞിട്ട് നമ്മൾ എവിടെ വരെയാണോ പറഞ്ഞതൊന്ന് റിഫ്രഷ് ചെയ്ത് ഞാൻ നിർത്താം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയൊരു ഇന്ററാക്ഷൻ ആവാം. എന്നിട്ട് നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോവാം അല്ലെ? അതല്ലേ നല്ലത് അല്ലെ? തീർച്ചയായിട്ടും സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കരിയർ കൗൺസിലേഴ്സിന് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഒരു ക്ലാസ് മൊത്തം എടുത്തിട്ട് നമ്മൾ സംസാരിച്ച വിഷയമാണ് നോളജ് അബൌട്ട് കരിയേഴ്സ് ആൻഡ് കോഴ്സസ് എന്നുള്ള ടോപ്പിക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരിയേഴ്സ് ആൻഡ് കോഴ്സസ് എന്താണ് നമ്മൾ എപ്പോഴും അറിവുണ്ടായിരിക്കണം. അത് നമുക്ക് ഏതെല്ലാം സോഴ്സസ് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുമോ ആ സോഴ്സസ് ഒക്കെ റെഫർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ നോളജ് ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഗുഡ് പേഴ്സണാലിറ്റി, നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം.
നമ്മളിപ്പോ ഈ പേഴ്സണൽ ടൈമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ നമ്മുടെ ഒരു ഇമേജിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും പല വിദ്യാർത്ഥികളും നമ്മളെ കാണുന്നത് ഒരു റോൾ മോഡൽ ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു പേഴ്സണാലിറ്റി നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാനിവിടെ വീണ്ടും പറയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു മോട്ടിവേറ്ററുടെ റോൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഒരു മോട്ടിവേറ്ററെ ആളുകൾ വേറെ ലെവലിലാണ് കാണുന്നത്. സെലിബ്രിറ്റി ആയാലും അല്ലെങ്കിൽ ഒരു സാധാ ട്രെയിനർ ആയാലും നമ്മളെ പോലുള്ള ആളുകൾ കാണുന്നത് വേറൊരു ലെവലിലാണ്. അവരെ പല രീതിയിൽ അനുകരിക്കാനുള്ള ഒരു ട്രെൻഡ് പുതിയ തലമുറയിൽ കാണുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വം വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം പല വ്യക്തികളും അവരുടെ പല വർഷങ്ങളായിട്ട് അവർ ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത ഇമേജുകൾ പലപ്പോഴും ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് സ്പോയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് ഉണ്ടാവരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നല്ല പേരുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് പോയി കളയാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടും നമ്മുടെ ഈ കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷനിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു വ്യക്തിത്വം അത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഒരു റോൾ മോഡൽ ആക്കി എടുക്കാൻ തോന്നുന്ന ഒരു സംഭവമായിരിക്കണം. എനിക്ക് ഈ സാറിനെ പോലെ ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സംഭവമായിരിക്കണം. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായിരിക്കും സാർ? അപ്പൊ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മളിപ്പോൾ റോൾ മോഡൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ആർക്കൊന്നും പറയാമോ? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഡിസ്കഷൻ കൊടുക്കട്ടെ പ്ലീസ്. ഹലോ, സംസാരിക്കൂട്ടോ. നമ്മളൊരു റോൾ മോഡൽ ആക്കി മറ്റുള്ളവർ പരിഗണിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ പ്ലീസ്? ഒന്ന് ഡ്രസ്സിങ്. ഡ്രസ്സിങ്. ഓക്കെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കാൽപ്പണിയും മുക്കാ ചുരുക്കുന്ന ഒരു ചൊല്ലുണ്ട്. കാൽപ്പണിയും മുക്കാ ചുരുക്കുന്ന പറയും. ചുറുക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഭംഗി എന്നാണ്. ലുക്ക് എന്ന അതല്ലേ, അപ്പിയറൻസ്. അതിനാണ് ഞങ്ങളുടെ നാട്ടിൽ ചൊറുക്ക് എന്ന് പറയും. എന്താ ചൊറുക്ക് എന്ന ഒരാളെ കാണാൻ എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയായ ആളെ കാണാൻ, എന്താ ലുക്ക് എന്നുള്ളതിന്റെ ഒരു മീനിങ് ആണ് ആ ചൊറുക്ക് എന്നുള്ള വാക്കിൽ വരിക. ഇപ്പൊ കാൽപ്പണിയും മുക്കാൽ ചൊറുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 25% നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ബാക്കി ഒരു 75% നമ്മുടെ അപ്പിയറൻസ്, ഹൗ വി അപ്പിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് മുമ്പിൽ നമ്മൾ എങ്ങനെ നമ്മളെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അത് ഓക്കെ, വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, നല്ല പേഴ്സണൽ ഗ്രൂമിങ് നല്ല ലെവലിലായിരിക്കണം, നല്ല വസ്ത്രം ധരിച്ച് നമ്മളെ നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ആർക്കെങ്കിലും അടുത്ത പോയിന്റ് പറയാൻ പറ്റുമോ? ലുക്ക് ആൻഡ് ഫീൽ സാർ പറഞ്ഞ മാതിരി നെക്സ്റ്റ് നമ്മുടെ നോളജ് ഒരു വലിയ ഫാക്ടറാണ്. നോളജ്, അതുപോലെ കുട്ടികളെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു, അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു, വേ ഓഫ് പ്രസന്റേഷൻ, ഇത് ഓരോന്നും. എക്സാക്ട്ലി. കാരണം സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മളിപ്പോ ലുക്ക് മാത്രമേ ഉള്ളൂ, ആൾക്കാർ പച്ചയ്ക്ക് പറയും. ഇപ്പത്തെ പിള്ളേർ പതുക്കെ പറയും, എന്താ വെച്ചാൽ അയാൾക്ക് ലുക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അയാളെ കാണാൻ കുറച്ച് പളവളാന്നിരിക്കുന്നു, വേറെ ഒന്നുമില്ല, അകം മുഴുവൻ പോടാണ് എന്ന് പറയും. അപ്പൊ നമ്മുടെ വ്യക്തിത്വം ഒരു വലിയ വിഷയമാണ്. അപ്പൊ നമ്മുടെ അതിൽ എന്ന് വെച്ചാൽ നമ്മുടെ അറിവ്, നമ്മുടെ നോളജ് ഒരു വലിയൊരു വിഷയമാണ്. നമ്മുടെ ലുക്ക് ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മൾ പുറമേക്കുള്ള ഒരു ബാഹ്യ മോടി ഉണ്ടായിരിക്കണം. അറ്റ് സെയിം ടൈം നമ്മുടെ അകക്കാമ്പ്, അല്ലെ, നമ്മുടെ ഉള്ളിൽ കാതലുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ കാതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോർ. ആ സിനിമയുടെ ടൈറ്റിൽ ദ കോർ എന്നാണ്. അത് ഈ കോർ എന്താണ്? അകക്കാമ്പ് എന്നർത്ഥം, അല്ലെ? അപ്പൊ അകക്കാമ്പുള്ള ഒരു വ്യക്തിത്വം, ആള് പുറമേക്കും കൊള്ളാം, അകത്തേക്കും കൊള്ളാൻ വരണം. അത് സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. മലബാർ ഗോൾഡിന്റെ പരസ്യം പോലെ ആയിരിക്കണം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ബ്യൂട്ടി, ആൾ കാണാനും നല്ല ലുക്കാണ്, അപ്പിയറൻസ് ഭയങ്കര രസമാണ്. അറ്റ് സെയിം ടൈം അയാൾ നല്ല നോളജബിളാണ്. സംസാരിച്ചു കഴിഞ്ഞാൽ ആള് നല്ലൊരു നോളജബിൾ ആയിട്ടുള്ള വ്യക്തിയുമാണ് നമ്മൾ പറയിപ്പിക്കണം. അങ്ങനെ ഒരുപാട് ആളുകൾ. പക്ഷെ അത് ഈ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദൈവം നമുക്ക് ഒരുപാട് സൗന്ദര്യം വാരിക്കൊല്ലുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതി കൊണ്ട് അത് നമുക്ക് നല്ലൊരു ഇതിലേക്ക് എടുക്കാൻ പറ്റും, നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. അപ്പൊ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളാക്കി നമ്മൾ മാറണം. മൂന്നാമത്തെ പോയിന്റ് ഇനി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇനി ഒരു പോയിന്റ് കൂടി പറയാൻ പറ്റുമോ? നല്ല കോൺഫിഡൻസ്. എക്സാക്ട്ലി. നല്ല
ഉണ്ടായിരിക്കണം. നമ്മുടെ സംസാരത്തിനും പെരുമാറ്റത്തിനും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. കാരണം നമ്മളെ കാണുന്ന ആളുകൾക്ക് ഇയാൾ കൊള്ളാലോ, ഇയാളെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ, ഇയാൾ നല്ലൊരു സ്റ്റഫുള്ള വ്യക്തിയാണല്ലോ, എന്താ ഇയാളുടെ ഒരു എനർജി ലെവൽ എന്ന് തോന്നിക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റണം. അപ്പോ കോൺഫിഡൻസ്, കാരണം നമ്മളുടെ കോൺഫിഡൻസ്, നമ്മൾ ആരാണ്? നമ്മൾ മറ്റുള്ളവരിലേക്ക് കോൺഫിഡൻസ് കുത്തിവെക്കുന്ന, ഇൻജെക്ട് ചെയ്യുന്ന, പകർന്നു കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലാണ് നമുക്കത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവല് നല്ല ഇതിലായിരിക്കണം, നല്ല ലെവലിന്റെ ടോപ്പായിട്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് ചെയ്യാം, എന്താ പ്രശ്നം എന്ന് പറയാം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇന്നൊരു വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് എന്നെ എന്നൊരു ഗസ്റ്റ് വിളിച്ച് പറയുന്നത് എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ട് വരും. പക്ഷെ നമ്മൾ നോ പ്രോബ്ലം, ഓക്കെ കൂൾ, നമുക്കത് മാനേജ് ചെയ്യാം എന്നുള്ള ആ ഒരിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ അത് കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മുടെ ആ ഒരു പ്രവൃത്തി പരിചയം കൊണ്ടും നമുക്ക് ആ മേഖലയിലുള്ള നമ്മുടെ ഒരു പ്രാവീണ്യം കൊണ്ടും ഒക്കെ വരുന്ന സംഭവമാണ്. അപ്പൊ അതുപോലെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നെ വേറെ എന്താ ഉണ്ടായിരിക്കേണ്ടത്? അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്ഡേറ്റഡ്, വെരി ഗുഡ്. അപ്ഡേറ്റഡ് ആയിരിക്കണം, വെൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വെൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഒരാളെ നല്ലൊരു റോൾ മോഡൽ ആയിട്ട് എടുക്കാൻ തോന്നുന്നത് എപ്പോഴായിരിക്കും? അത് ഒരു ഞാനൊന്നിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. ആർക്കും അഭിപ്രായങ്ങൾ വരട്ടെ. ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ആൻസർ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരാള്, ഒരു നേതാവിനെ നമ്മൾ എങ്ങനെ കാണുക? ഒരാളെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ പവർ വേണം. നല്ല കമ്മ്യൂണിക്കേഷൻ പവർ വേണം അല്ലെ? സ്വാഭാവികമായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ പവർ ഉള്ള ഒരാളെ നമ്മൾ നല്ലൊരു നേതാവായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും. ഈ കമ്മ്യൂണിക്കേഷൻ മാത്രം മതിയോ? എനർജറ്റിക് ആയിരിക്കണം. ആള് നല്ല എനർജി ലെവലുള്ള ആളായിരിക്കണം. നന്നായിട്ട് നല്ലൊരു എനർജി ഉണ്ടായിരിക്കണം. അപ്പൊ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. എങ്ങനെ സാറേ? നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് പറയാം. നമ്മളെ ബിഹേവിയർ വളരെ ഫ്രണ്ട്ലി ആയ ഒരു ഇന്റിമസി തോന്നുന്ന തരത്തിൽ വേണം നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ. ശരിയാണ്. നമ്മള് ശ്രദ്ധിക്കണമെങ്കിൽ ഒരു ഇന്റിമസി തോന്നുന്ന, ഒരു ബലം പിടുത്തം പാടില്ല അല്ലെ? ആരോടും ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ റാപ്പോ ക്രിയേറ്റ് ചെയ്യണ്ടേ? എക്സാക്ട്ലി, നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. അതായത് ആരോടും പോയിട്ട് സംസാരിക്കും, അങ്ങനെ വലിഞ്ഞു കയറി സംസാരിക്കുകയല്ല. പക്ഷെ ഒരാൾ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ അവരെ സ്വീകരിക്കുകയും അവരോട് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയും കൈകൊടുത്ത് സംസാരിക്കുകയും പെരുമാറുകയും, ഒരു ബലമില്ലാതെ, ഒരു ജാടയില്ലാതെ, ഒരു അഹംഭാവമില്ലാതെ, ഞാൻ വലിയ സംഭവം അങ്ങനെ തോന്നുന്നില്ല, നമുക്ക് അവരോട് സംസാരിക്കാനൊക്കെ പറ്റണം. അതാണ് നമ്മൾ പറയുന്ന ഒരു സംഭവം. ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളുടെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഞാൻ എന്റെ സൈഡിൽ ഞാൻ ആഡ് ചെയ്യുന്നത്, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നല്ലൊരു പേഴ്സണാലിറ്റി, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു നല്ല ലീഡറുടെ ഏറ്റവും വലിയ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല ലീഡർ എപ്പോഴും ഹി വിൽ വാക്ക് ദ ടോക്ക്. എന്താണ് ഈ വാക്ക് ദ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആയിരിക്കും. ഒരു നല്ല ലീഡർ, അല്ലെങ്കിൽ നല്ല ഒരു നേതാവിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വാക്ക് ദ ടോക്ക് എന്നാണ്. ഒരു നേതാവ് പറയുകയാണ് നിങ്ങൾ കൈക്കൂലി വാങ്ങരുത്, അഴിമതി നടത്തരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ടു ഷോ ദാറ്റ് ഇൻ ഹിസ് ഓൺ ബിഹേവിയർ. അദ്ദേഹത്തിന്റെ സ്വന്തം ഡീഡ്സിലൂടെ, സ്വന്തം പെരുമാറ്റത്തിലൂടെ അത് കാണിച്ചു തരണം. അതേപോലെ ഒരു മദ്യപിക്കരുത്, സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറരുത്, നിങ്ങൾ ലഹരി മരുന്ന് ഉപയോഗിക്കരുത് ഒരാൾ പ്രീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രീച്ച് ചെയ്യുന്നത് എന്താണോ അത് അദ്ദേഹം സ്വന്തം പെരുമാറ്റത്തിൽ അദ്ദേഹം റിഫ്ലക്ട് ചെയ്യണം. അപ്പോഴാണ് അദ്ദേഹം നല്ലൊരു ലീഡറായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വമായിട്ട് നമ്മൾ പരിഗണിക്കുക അല്ലെ? അങ്ങനെ ഒരുപാട് ആളുകളില്ലേ, അവര് എങ്ങനെയാണോ നമ്മുടെ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ആളുകളോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, അതൊരു വലിയൊരു രീതിയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതേപോലെ ചെയ്യണം. നമ്മൾ കുട്ടിയുടെ മുമ്പിൽ നമ്മൾ പറയാൻ മോനെ നീ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളും വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. നമ്മൾ അതേപോലെ കുട്ടിയോട് പോയിട്ട് പറയണം മോനെ നിന്റെ വേ ഓഫ് ടോക്കിംഗ് ശരിയല്ല കേട്ടോ, നിന്റെ ഇംഗ്ലീഷിലെ പ്രൊണൗൺസിയേഷനിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, നീ അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കണം, നല്ലൊരു കറക്റ്റ് ആയിരിക്കണം. നമ്മളെന്നെ തെറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോലെ നീ പോയിട്ട് നിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യട്ടോ എന്ന് പറഞ്ഞാൽ അവൻ പറയും സാർ ആദ്യം പോയി സാറിന്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ട് പോകാന്ന് പറയും. അപ്പോൾ അത് സംഭവിക്കരുത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, നല്ല ഒരു ലുക്ക് ഉണ്ടായിരിക്കണം, നല്ല നോളജ് ഉണ്ടായിരിക്കണം, നല്ല ഫ്രണ്ട്ലി നേച്ചർ ആയിരിക്കണം, എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം. അങ്ങനെ ചിരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേഴ്സണാലിറ്റി താനെ വരും. പേഴ്സണാലിറ്റി നിങ്ങൾക്ക് താനേ ഉണ്ടായിക്കോളും. നിങ്ങളുടെ മുഖത്ത് ഒരു ക്യൂട്ടായിട്ടൊരു പുഞ്ചിരി എപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ. അത് ഞാൻ പറയുന്നത് സാധാരണ ജനറൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാട്ടോ പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞു കേൾക്കുന്നത് സാർ എപ്പോഴും പുഞ്ചിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മരണ വീട്ടിൽ പോയി, അല്ലെങ്കിൽ ഒരു തുറന്നു വന്ന സ്ഥലത്ത് നമുക്ക് പോയി, എന്തെങ്കിലും ഒരു കലാമിറ്റി ഉണ്ടായ സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് ചിരിച്ചും കൊണ്ട് നിൽക്കാൻ പാടുണ്ടോ? പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ജനറലി നമ്മളിപ്പോൾ പല ആളുകളുണ്ട് അവരുടെ മുഖം ഇങ്ങനെ കടിച്ച് പിടിച്ച്
ഇങ്ങനെ ഒരു വിറങ്ങലിച്ച പോലെ ഒരിക്കലും ജീവിതത്തിൽ ചിരിക്കത്തേ ഇല്ല അവര്. അങ്ങനെ ആവരുത്. നമ്മള് ആ ചുണ്ടിൽ ആ മുഖത്ത് ഒരു ചിരി അല്ലെ, നമ്മുടെ മുഖത്തിനുള്ള ഒരു അലങ്കാരമാണ്, ദൈവം തന്നിട്ടുള്ള ഒരു അലങ്കാരമാണ് ഈ ചിരി എന്ന് പറയുന്നത്. 1000 വരികളിൽ തീരാത്ത പലതും ഒരു ചിരി കൊണ്ട് തീരുന്നാണ് പറയാറുള്ളത് അല്ലെ. ഈ ചിരി, സ്മൈൽ എന്നൊക്കെ പറയുന്നത് ഒരു ദിവ്യ ഔഷധമാണ്. സാധാരണ എല്ലാ മരുന്നുകളും നമ്മൾ പുരട്ടി കൊടുത്താൽ അത് ആർക്കാണോ കിട്ടുന്നത് അവരുടെ അസുഖം മാത്രമേ മാറുള്ളൂ, അവരുടെ മുറിവ് മാത്രമേ ഉണങ്ങുള്ളൂ. പക്ഷേ ഈ ചിരി എന്ന് പറയുന്ന ഈ ലേപനത്തിന് വല്ലാത്തൊരു മാന്ത്രിക ശക്തിയുണ്ട്. അത് പുരട്ടി കിട്ടിയ ആൾക്കും മുറിവുണങ്ങും, പുരട്ടി കൊടുത്ത ആൾക്കും മുറിവുണങ്ങും. അപ്പൊ കൊടുക്കുന്നവനും കിട്ടുന്നവനും മുറിവുണക്കുന്ന ഒരേ ഒരു മാന്ത്രിക ലേപനം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ചിരി എന്ന് പറയുന്ന ഒരു ഔഷധമാണ്. അതെല്ലാവരും ഉപയോഗിക്കുക. ഒരു ക്യൂട്ട് ആയിട്ടുള്ള, ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫേസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഞാനൊക്കെ വളരെയധികം കാര്യമായിട്ട് റെഫർ ചെയ്യുന്ന ഒരു പുസ്തകമാണ് സിഗ് സിഗ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പുസ്തകം. വളരെ ഫേമസ് ആയിട്ടുള്ള ഓതറാണ്. നിങ്ങൾ ആരെങ്കിലൊക്കെ അറിയുമെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുക്കാവുന്നതൊക്കെയാണ്. സിഗ് സിഗ്ലർ, ഇദ്ദേഹത്തിന്റെ ഒരുപാട് ബുക്കുകൾ ഇപ്പൊ എന്റെ ലൈബ്രറിയിലുണ്ട്. ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്മൈൽ ഒരു മാജിക്കൽ പവർ അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൗ ടു റീച്ച് ദ ടോപ്പ് പോലത്തുള്ള പുസ്തകങ്ങളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അദ്ദേഹം സെയിൽസിലൂടെ ഒരുപാട് മാജിക് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് ബിസിനസ് ഉണ്ടാക്കിയിട്ട് ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിരി ദിവസവും നമുക്ക് മുൻപ് പരിചയത്തിൽ 3 പേരെയും നോക്കി നമ്മളൊന്ന് പുഞ്ചിരിക്കണം എന്നാണ് പറഞ്ഞത് അല്ലെ. എല്ലാ ദിവസവും നമുക്ക് കാര്യമായിട്ട് മുൻപരിചയമൊന്നും ഇല്ലാത്ത ഒരു പുതിയ 3 ആളുകളെ നോക്കി നമ്മളൊന്ന് പുഞ്ചിരിക്കണം. അത് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഇയാൾ ചിന്തിക്കും, ഓക്കെ, ഇദ്ദേഹം എന്നും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, ആരാണ് ഇദ്ദേഹം? അദ്ദേഹം നമ്മളെ വന്ന് ഇങ്ങോട്ട് പരിചയപ്പെടും. നിങ്ങൾ എല്ലാ ദിവസവും ഒക്കെ ചിരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല, ആരാ, ഒന്ന് പരിചയപ്പെടുത്താവോ എന്ന് വെച്ചാൽ അവരോട് നമ്മൾ പറയാണ്, സാർ ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇതാണ് എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ ബ്രാൻഡ് ചെയ്യാം. പിന്നെ സിഗ് സിഗ്ലർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ദിവസവും 3 പേരെ നോക്കി പുഞ്ചിരിക്കുക. മിനിമം ഒരാളെ ഒന്ന് പുതിയൊരു ആളെ പരിചയപ്പെടുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 365 ദിവസം കഴിയുമ്പോഴത്തേക്കും, അതായത് 1 വർഷം കഴിയുമ്പോഴത്തേക്കും 365 പുതിയ സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പണ്ടത്തെ ആലുക്കാസിന്റെ പരസ്യത്തില് നമ്മുടെ തമിഴ് സൂപ്പർ താരം വിജയ് പറയുന്നുണ്ട്, ബന്ധങ്ങൾ സ്വർണം പോലെയാണ്, എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ലതെന്ന് പറഞ്ഞു അല്ലേ. വളരെ നല്ലൊരു ക്യാപ്ഷൻ ആയിട്ടുള്ള വാക്കാണ്, എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയ വാക്കാണ്. ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അതിൽ ആ കോണ്ടന്റ് എഴുതിയ ആളുടെ ബുദ്ധി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അയാൾ എന്ത് പറയുന്നില്ല, സ്വർണം ബന്ധങ്ങൾ പോലെയാണ്, അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ലതെന്ന് പറയുന്നില്ല. നിങ്ങൾ ഒരുപാട് സ്വർണം വാങ്ങിക്കൂട്ടൂ എന്നവർ പറയുന്നില്ല. വളരെ ഡിപ്ലോമാറ്റിക് എന്താ പറയുന്നത്, ബന്ധങ്ങൾ സ്വർണം പോലെയാണ്, നിങ്ങൾ എത്രത്തോളം വാങ്ങിക്കൂട്ടുന്നുവോ അത്രത്തോളം നല്ലതായിരിക്കും, എത്രത്തോളം ബന്ധങ്ങൾ സമ്പാദിക്കുന്നുവോ അത്രത്തോളം നല്ലതായിരിക്കും. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് സ്വർണവും നിങ്ങൾ ഒരുപാട് സമ്പാദിക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ നമുക്ക് സൗഹൃദങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ കരിയർ കൗൺസിലേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള ഒരു ചിരിയാണ്. നമുക്ക് എത്രത്തോളം സൗന്ദര്യം ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ മുഖത്ത് ആ ചിരി ഇല്ലെങ്കിൽ ആ മുഖത്തിന്റെ സൗന്ദര്യം, ദൈവം തന്ന ആ സൗന്ദര്യം പോയി പോകും. അതേസമയം നമ്മൾ എത്ര വിരൂപന്മാരായി ജനിച്ച ആളാണ് ശരി, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോ അത് വളരെ കാര്യമായി ശ്രദ്ധിക്കുക. നല്ലൊരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുക. എത്ര ടെൻഷനുള്ള സമയത്താൽ പോലും ഒരു ചിരി മുഖത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വാക്ക് ദ ടോക്ക്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാക്ക് ദ ടോക്ക് ചെയ്യണം. ഞാനിത് എപ്പോഴും പറഞ്ഞുകൊണ്ട് നിങ്ങളോട് എപ്പോഴും പറയാണ്, മുഖത്തെപ്പോഴും ഒരു ചിരി വേണം എന്ന് പറയാണ്. പറഞ്ഞതിന് ശേഷം ഞാൻ പോലും നിങ്ങൾ അടുത്തവണ കാണുമ്പോൾ ഞാൻ വളരെ ഗ്ലൂമി ആയിട്ട് ചിരിക്കാത്തൊരു മുഖത്തോട് കണ്ടാൽ ഞാനൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു മോട്ടിവേറ്റർ അല്ല, ഞാൻ നല്ലൊരു പേഴ്സണാലിറ്റി അല്ല, ഞാൻ നല്ലൊരു റോൾ മോഡലും അല്ല. അതേസമയം ഞാൻ അത് കീപ്പ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ വ്യക്തിത്വത്തിൽ ഞാൻ കീപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ നല്ലൊരു റോൾ മോഡലായിട്ട് മാറുന്നത്. നെക്സ്റ്റ്, പാഷ്യൻസ് ആൻഡ് കമ്പാഷൻ. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ, നല്ല ക്ഷമ വേണം. ഒരു നല്ലൊരു കരിയർ കൗൺസിലർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ക്ഷമ എന്ന് പറയുന്ന ഗുണം. നല്ല ക്ഷമ ഉണ്ടായിരിക്കണം. കാരണം ഒരു വിദ്യാർത്ഥി, ഇന്നത്തെ കാലത്ത് ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയാ, അക്ഷമരായിട്ടുള്ള ആൾക്കാരാണ്. അവർ ദംസെൽസ് ആർ വെരി ഇംപേഷ്യന്റ്. അങ്ങനെ സമയത്ത് അവരെ മെരുക്കിയെടുത്ത് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ നല്ല ക്ഷമ വേണം. വളരെ കമ്പാഷനേറ്റ് ആയിരിക്കണം. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതാണ് ഓരോ തലമുറ ചെല്ലും തോറും നമ്മുടെ കുട്ടികൾ വളരെയധികം അക്ഷമരായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലിസണിങ് സ്പാൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഒരാളുടെ ലിസണിങ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മിനിറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ക്ലാസ് സമയം, ഒരു പീരീഡിന്റെ ക്ലാസ് സമയം എന്ന് പറയുന്നത് 50 മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഇതിനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറഞ്ഞ് ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഞാൻ അത് 20 മിനിറ്റ് വരെയായി. 20 മിനിറ്റ് എന്നുള്ള ഒരു 5 വർഷം മുമ്പ് 20 മിനിറ്റ് ആയിരുന്നു ഒരാളുടെ ലിസണിങ് സ്പാൻ എന്ന് പറയുന്നത്. അതായത് ലിസണിങ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വിഷയത്തിൽ ഒരേ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന പരമാവധി സമയത്തിനാണ് ലിസണിങ് സ്പാൻ എന്ന് പറയുന്നത്. ഒരു വർഷം മുമ്പ് യൂട്യൂബ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ലിസണിങ് സ്പാൻ എന്ന് പറയുന്നത് 9 സെക്കൻഡ് ആയിരുന്നു. അത് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയതാണ്. 9 സെക്കൻഡോടെ എങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ളത് നമുക്ക് വലിയ ചോദ്യം തന്നെയായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് നമ്മുടെ യൂട്യൂബ് പിന്നെയും പുറത്തുവിട്ടത്. ആ പുതിയ കണക്ക് പ്രകാരം പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ലിസണിങ് സ്പാൻ എന്ന് പറയുന്നത് ഇപ്പോ 3 സെക്കൻഡ്സ് ആണ്. അതായത് ഒരു വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് മിനിമം 3 സെക്കൻഡിന്റെ ഉള്ളിലായിട്ട് നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുക. അപ്പൊ ഭയങ്കര ഇംപേഷ്യന്റ് ആണ്. ഞാനത് പറയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ കയ്യിലുള്ള ഇതൊരു കാൽക്കുലേറ്റർ ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. പക്ഷെ ഞാനതൊരു ഫോണാന്ന് വിചാരിക്കുക. നിങ്ങൾ സങ്കല്പിക്കുക, ഈ ഫോണാന്ന് സങ്കല്പിക്കുക. ഈ ഫോണ് നമ്മളൊക്കെ പണ്ടൊക്കെ നമ്മൾ വീഡിയോ കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ഫോണിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ പിക്ചേഴ്സ് ഇതൊക്കെ കാണുന്ന സമയത്ത് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് അല്ലേ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാജിൻ ചെയ്യുക. നമ്മൾ ഇങ്ങനെ ചിന്ത ചെയ്യും, നമ്മളിങ്ങനെ മോളോട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു വീഡിയോ വന്ന് നമ്മൾ എന്ത് ചെയ്യും? വീഡിയോ നമ്മളിങ്ങനെ ഫോൺ തിരിച്ചു പിടിക്കും, ഒരു വീഡിയോ ഫുള്ള് കാണും. ഓക്കെ, കൊള്ളാം. നമ്മളത് പിന്നെ ലൈക്കോ ഷെയറോ ചെയ്യും. പിന്നെ നമ്മൾ വീണ്ടും ഫോൺ തിരിക്കും, നമ്മൾ മറ്റുള്ള പോസ്റ്റുകൾ കാണും. പിന്നെ ഒരു വീഡിയോ നമ്മൾ വീണ്ടും ഇങ്ങനെ തിരിക്കും, ഒരു വീണ്ടും കാണും. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന സംസ്കാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയൊരു തരംഗമാണ് ഇപ്പൊ മാർക്കറ്റിലേക്ക് കയറിക്കൊണ്ടിരുന്നത്. വെർട്ടിക്കൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ തന്നെ നമുക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് സ്ക്രീനിൽ നിറഞ്ഞ് കാണാൻ പറ്റും. അതാണ് വെർട്ടിക്കൽ വീഡിയോ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ വെർട്ടിക്കൽ വീഡിയോ എന്നുള്ള സംസ്കാരം വന്നതെന്നറിയോ? കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ഫോൺ ഒന്ന് ഇങ്ങനെ തിരിച്ചു പിടിക്കാൻ ഭയങ്കര മടിയാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഹെർക്യൂലിയൻ ടാസ്ക് ആണ്. ഈ ഇങ്ങനെ പിടിക്കുന്ന ഫോൺ തിരിച്ചു പിടിക്കുന്നത്. അതിനുള്ള ക്ഷമ പോലും അവർക്കില്ല. അവരെന്ത് ചെയ്യും? നോക്കി വീഡിയോ കണ്ടു, ഓക്കെ, തിരിച്ചു പിടിക്കാനുള്ള മടി കൊണ്ട് അവർ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പൊ ഈ ഒരു പ്രശ്നം കാരണം ഇപ്പോ പലപ്പോഴും എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ അതിനൊക്കെ ഒരു അവരൊരു പ്രതിവിധി കണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെർട്ടിക്കൽ വീഡിയോ പോലുള്ള സംഭവങ്ങൾ ഇറക്കുക എന്നുള്ളത്. അപ്പൊ ഇത്രയും അക്ഷമയുള്ള ഒരു സമൂഹത്തിനോട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ഷമ ഉണ്ടായിരിക്കും. അപ്പോഴാണ് നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റും. ഈ കുട്ടികളെ നമുക്ക് നമ്മളെ വഴിക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോ ഞാനൊക്കെ പഠിപ്പിക്കുന്ന കോളേജിൽ പലപ്പോഴും കുട്ടികള് ഞാനൊരു വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. എനിക്കറിയാലോ, ഞാനൊരു ഫുൾ ടൈം ഫാക്കൽറ്റി ഒന്നും, ഞാനൊരു വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. പക്ഷെ പലപ്പോഴും കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മിണ്ടാണ്ട്. കാരണം അവിടുത്തെ റെഗുലർ ഫാക്കൽറ്റീസിനോട് പോലും വളരെ ടഫായിട്ട് പെരുമാറുന്ന പല കുട്ടികളും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഓക്കെ സാർ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബാലൻസിങ് ഉണ്ട്. നമ്മൾ എവിടെ സ്ട്രിക്റ്റ് ആവണം, എവിടെ നമ്മൾ ലൂസ് ആവണം എന്നുള്ള ഒരു ബാലൻസിങ് ഉണ്ട്. ആ ബാലൻസിങ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. അതാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. വളരെ ക്ഷമയോടെ അവർ നമ്മൾ കൈകാര്യം ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പാഷൻ എന്ന് പറയും. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരായിട്ട് മാറുക, അവരെ നമ്മളായിട്ട് കാണുക, അല്ലെങ്കിൽ നമ്മളെ അവരായിട്ട് കാണുക. ആ ഒരു സിറ്റുവേഷനാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. ഈ കമ്പാഷനേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മകനോ മകളോ അല്ലെങ്കിൽ ഒരു അനിയനോ അനിയത്തിയോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരു സാഹചര്യത്തിൽ ഒരാൾ പ്രത്യേക രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി പ്രതികരിക്കാണ്ട് അയ്യോ അവൻ അങ്ങനെ പെരുമാറിയല്ലോ, അതെന്താ അവൻ അങ്ങനെ പെരുമാറാൻ ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഓക്കെ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു, അല്ലെ? ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥിയെ കുറച്ച് ഓപ്പൺ ആയിട്ട് പബ്ലിക് ആയിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. ഉടനെ അവൻ ഇങ്ങോട്ട് തിരിച്ച് എന്തെങ്കിലും കമന്റ് അടിച്ചു, അല്ലെങ്കിൽ അവൻ ഭയങ്കര റഫായിട്ട് ഇങ്ങോട്ട് പെരുമാറി. അപ്പൊ നമ്മൾ അവന്റെ മേലേക്ക് ഫർദർ ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ചിന്തിക്കണം, ഓക്കെ ഇവന്റെ ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയാണ് റിട്ടാലിയേറ്റ് ചെയ്യാറുണ്ടായിരുന്നത്, ഞാൻ ഇവനെ പോലെ തന്നെ ആയിരുന്നോ അതോ ഞാൻ കുറച്ചും കൂടി പക്വമായി പെരുമാറുമായിരുന്നോ? ഒരിക്കലും അല്ല. ഇവന്റെ പ്രായത്തിൽ ഇവനേക്കാളും മോശമായിരുന്നു. അപ്പൊ ഇവൻ എന്നെക്കാളും ഭേദമാണ്. ഓക്കെ മോനെ കുഴപ്പമില്ല, നീ പൊയ്ക്കോ എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ കമ്പാഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാഴ്ചപ്പാടിനോട് ചിന്തിക്കാൻ പറ്റണം.
ഇപ്പൊ ഒരാള് നമ്മോട് ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ബൈക്കും കൊണ്ട് പോവുകയാണ്, ബൈക്കും കൊണ്ട് പോണ സമയത്ത് നമ്മുടെ ബൈക്ക് ഒരാളുടെ കാറെ ചെന്ന് വരതി എന്ന് വിചാരിക്കാം, ഒന്ന് വരച്ചിട്ട് അങ്ങ് പോയി. ഉടനെ നമ്മള് അയാൾ നമ്മോട് ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ കാർ, ഞാനാണ് ഒരു പുതിയ കാറ് വാങ്ങി ആഗ്രഹിച്ച് ഒരുപാട് ആശിച്ച് പണം സ്വരൂപിച്ച് ഒരു കാറ് വാങ്ങിയിട്ട് ആ കാറിൽ ഒരാളിങ്ങനെ ഒന്ന് ബൈക്ക് ചേർത്ത് വരച്ചിട്ട് അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴ്ത്തിയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഉണ്ടാവും? എന്റെ മൈൻഡ് എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആവും, ഞാൻ എത്രത്തോളം വിഷമിക്കും. അതേപോലെ അവനും തോന്നിയിട്ടുണ്ടാവും ഞാൻ ചെയ്തത് തെറ്റാണ്, സോറി ബ്രോ ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ കമ്പാഷനേറ്റീവ് ആയിട്ട് അവരുടെ കാഴ്ചപ്പാടോട് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഒരുപാട് തവണ എന്റെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഒരു സോറി, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ ചിരി ഒരു മാജിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പറയാണ് ഏറ്റവും ലൈഫിലെ ഏറ്റവും മാജിക് ആയിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ട്. അതാണ് ഈ സോറി, താങ്ക് യു പോലത്തെ ചില വാക്കുകളൊക്കെ ഉണ്ട്. ഓക്കെ, നൈസ് ടു മീറ്റ് യു പോലത്തെ കുറച്ച് നല്ല നല്ല വാക്കുകളുണ്ട്. അപ്പോൾ സ്റ്റോറി എന്ന് പറഞ്ഞ വാക്കിനൊക്കെ അങ്ങനത്തെ ഒരുപാട് ഒരു പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ കമ്പാഷനേറ്റീവ് ആയിരിക്കണം. നെക്സ്റ്റ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളായിരിക്കണം നല്ലൊരു കരിയർ കൗൺസിലർ. അപ്പൊ നമ്മുടെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ഒരു കരിയർ കൗൺസിലർക്ക് അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള വിഷയത്തിൽ ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു സെക്ഷൻ വരും ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വിഷയത്തേക്ക് പോകുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു ബി വെരി മച്ച് ഷാർപ്പ് ഇൻ അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കാരണം ആശയവിനിമയമാണ് ഒരു നല്ല ഒരു മോട്ടിവേറ്ററുടെ അല്ലെങ്കിൽ ഒരു കരിയർ കൗൺസിലറുടെ അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ആവുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ സ്ട്രോങ് ആയിരിക്കണം ആ ഒരു കലയിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. വരുന്ന ആഴ്ചകളിൽ തന്നെ ഒരു ദിവസം നല്ലൊരു ക്ലാസ് നമുക്ക് എടുക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ അടുത്ത് നമ്മൾ ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ, ആ ഒരുമിച്ച് കൂടുന്ന ആ ഒരു സദസ്സിൽ നിന്ന് പ്രാക്ടിക്കലി ഡെമോ കാണിച്ചു തന്നുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 1.5 to 2 hours ഒരു സെഷൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ലൈവായിട്ട് കുറെ എക്സാമ്പിളൊക്കെ കാണിച്ചു തന്ന് കുറെ ആക്ടിവിറ്റിയിലൂടെ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ തൽക്കാലം ഞാൻ ആ ടോപ്പിക് ഞാൻ അതിന്റെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം, അടുത്തിട്ട് നമുക്ക് അതിനൊരു അവസരം വരും. അപ്പൊ ഞാൻ ആ ക്ലാസ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞാൻ എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് തിങ് നമ്മൾ പറയാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് ലിസണിങ് സ്കിൽസ്. ഈ ലിസണിങ്സിന്റെ സ്കില്ലിന്റെ ഒരു വലിയൊരു സംഭവമാണ്. കാരണം നമ്മള് കേട്ടാലാണ് നമുക്കത് കൊടുക്കാൻ പറ്റുക. ദൈവം നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഒരു വായും ഒരു നാക്കും തന്ന ദൈവം എന്തുകൊണ്ട് 2 ചെവി തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പറയുന്നതിന്റെ ഇരട്ടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ല ലിസണർക്ക് മാത്രം നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറ്റുള്ളൂ, അല്ലെ? ഇന്ന് ഈ ലോകത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല സ്പീക്കേഴ്സിനല്ല, നല്ല ലിസണേഴ്സിനെ. തങ്ങളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഏറ്റവും നന്നായിട്ട് തങ്ങൾക്ക് കേട്ടിരിക്കാൻ മനസ്സുള്ള, അല്ലെ, അതിനുള്ളൊരു മനസ്സ് കാണിക്കുന്ന ആളുകളായിരുന്നു ലോകത്തിന് ആവശ്യം. അപ്പോൾ നല്ല ലിസണിങ് സ്കിൽസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഭാഗം തന്നെയാണ് ഈ ഗുഡ് ലിസണിങ് സ്കിൽസ് എന്ന് പറയുന്നത്. കാരണം പല ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സംതിങ് ഡിഫറെന്റ്. ഞാൻ സംസാരിക്കുക, മറ്റൊരു കേൾക്കുക, ഇത് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഒരു ധാരണ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ധാരണ ശരിയല്ല. കമ്മ്യൂണിക്കേഷന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ലിസണിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിസണിങ്ങും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതും ഞാൻ വളരെ ഡീപ്പനായിട്ട് ഞാൻ ഒരു സെഷനിൽ ഞാൻ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുക്കാം, എങ്ങനെ നമ്മുടെ ലിസണിങ് സ്കിൽസ് മൂർച്ച കൂട്ടിയെടുക്കാം എന്നൊക്കെ പറയാൻ പോവുകയാണ്. നെക്സ്റ്റ്, നോ ഹൗ ടു യൂസ് സൈക്കോമെട്രിക് ടൂൾസ്. ഇതിപ്പോ നമ്മുടെ എക്സ്ക്ലൂസീവ് സെഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഡോക്ടർ ഇബ്രാഹിം സാർ വന്നിട്ട് എങ്ങനെയാണ് സൈക്കോമെട്രിക് ടൂളുകൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തിന് ഇനിയും ഒരു ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് നമ്മൾ വീണ്ടും ഒരു ദിവസം കൂടി അദ്ദേഹത്തിനെ വിളിക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സൈക്കോമെട്രിക് ടൂളിനെ പറ്റി കുറച്ച് ഡീപ്പർ ആയിട്ടൊരു ക്ലാസ് പുള്ളി എടുത്തു തരും. ഓക്കെ, അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും കടന്നു പോകേണ്ട കുറച്ച് വിഷയങ്ങൾ വേറെ ഉണ്ട്, അതിലേക്കാണ് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്ന ലേണിംഗ് മൈൻഡ് സെറ്റ്, നല്ല ഒരു പഠിക്കണം എന്നുള്ളൊരു മൈൻഡ്, നല്ലൊരു ലേണിംഗ് മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും ഒരു കരിയർ കൗൺസിലർക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണം തന്നെയാണ്, അല്ലെ? നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠനം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയ ആയിരിക്കണം. അത് 1 തവണ 2 തവണ കൊണ്ട് അവസാനിക്കുന്നതായിരിക്കരുത്. കണ്ടിന്യൂസ്ലി ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെ? ഒരാൾ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ജനിച്ച് വീഴുന്നത് തന്നെ ഒരു ലേണിങ്ങിലൂടെയാണ്, അല്ലെ? ലേണിങ്ങിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കുട്ടി നമ്മളിപ്പോ ശാസ്ത്രം പറയുന്നത് ശേഷം ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും കുട്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടി ലിസണിങ് ചെയ്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്, അല്ലെ? അമ്മയുടെ വയറ്റിലിരുന്നത് കൊണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടി ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. കുട്ടിയുടെ തലച്ചോറും പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട് ആ സമയത്ത്. അപ്പോ ആ കുട്ടി ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം ആ കുട്ടി ഇങ്ങനെ നോക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലിസണിങ് ആണ് ചെയ്യുന്നത്.
ലേണിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മുടെ ഈ വിഷ്വൽസ് എലമെന്റ്സ് ഒക്കെ കയറി വരുന്നത്. അപ്പൊ നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ആ കുട്ടി ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഓക്കെ, ഈ ശബ്ദം എന്നെ എപ്പോഴും കൊഞ്ചിക്കാറുള്ള എന്റെ ആ ശബ്ദം, എന്റെ അമ്മ അത് ഇതാണ് അല്ലെ. ഞാൻ വയറ്റിൽ നിന്നുകൊണ്ട് ചവിട്ടുന്ന സമയത്ത് അത് ഒരു ഉലകത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളാറുണ്ട്. വേദനിക്കുമെങ്കിലും നല്ല വേദന ഉണ്ടാവുമെങ്കിലും ഒരു കൂരിത്തിരിപ്പോട് കൂടി അതിനെ അക്സെപ്റ്റ് ചെയ്യാറുള്ള ആ ഒരു വലിയ സ്ത്രീ ഇതാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കുക. ഇതാണ് എന്റെ അമ്മ എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഓക്കെ, ഇത് എന്റെ അച്ഛൻ, ഞാൻ ഇടയ്ക്ക് വന്നിട്ട് എന്നെ കൊഞ്ചിക്കാറുണ്ട് ഇല്ല, രാത്രിയാവുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്നെ കൊഞ്ചിക്കാറുള്ള ആ ഒരു വ്യത്യസ്തമായ വേറൊരു ശബ്ദം, ഓക്കെ, ഇതാണ് എന്റെ അച്ഛൻ. ഓക്കെ, പിന്നെ ഇതെന്റെ ഗ്രാൻഡ്മ, ഗ്രാൻഡ്പ, ഇതിന്റെ ചേട്ടൻ, ചേട്ടത്തി എന്ന് പറഞ്ഞ് ആ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോ നമ്മള് ജനിക്കുന്നത് തന്നെ ലേണിങ്ങിലൂടെയാണ്. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ്, ആരൊക്കെ നമ്മൾ ഒരു കുട്ടി കണ്ടിട്ടില്ല, ഒരു കൗതുകത്തോടെ നോക്കുന്ന എല്ലാവരും ഇത് ആരാപ്പത് നോക്കുന്നില്ലേ. നമ്മൾ പ്രസവിച്ച ശേഷം ഒരു കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ജനിക്കുന്ന നിമിഷം തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അവസാനം നമ്മള് ലാസ്റ്റ് നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എന്താണ് മരണം എന്ന് നമ്മൾ പഠിക്കും അല്ലെ. ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. മരണത്തിന്റെ വേദന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുകൂടി പഠിച്ചിട്ടാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നത്. അപ്പൊ ഇതൊരു വലിയ ഒരു സ്കില്ലാണ്. ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു എലമെന്റ് ആണ്. അപ്പോൾ ലേണിംഗ് മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നോളജ് അബൌട്ട് കരിയേഴ്സ് ആൻഡ് കോഴ്സസ്, എ ഗുഡ് പേഴ്സണാലിറ്റി, പേഷ്യൻസ് ആൻഡ് കമ്പാഷൻ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഷാർപ്പ് ലിസണിങ് സ്കിൽസ്, നോളജ് അബൌട്ട് സൈക്കോമെട്രിക് ടൂൾസ് ആൻഡ് ലേണിംഗ് മൈൻഡ് സെറ്റ്. ഇത്രയുമാണ് നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് ഞാൻ പറയുന്നത്. ഡീപ്പറായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മുടെ ചെറിയൊരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ദയവ് ചെയ്ത് സ്ക്രീനിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യരുത്. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ല. അപ്പോൾ അതിന്റെ ഒരു ഡെക്കോറത്തിനെ ബാധിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. ഇതിന്റെ റെക്കോർഡഡ് വേർഷൻസ് വരെ ഒരുപാട് പേര് കേൾക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് അറിയാണ്ട് പറ്റിയാണ് എനിക്ക് അറിയാം, ആരോ കയ്യിൽ നിന്ന് അറിയാണ്ട് സംഭവിച്ചതാണ്. പക്ഷെ ദയവ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞ പോലെ ഒന്ന് ചെറിയൊരു ബ്രേക്ക്. അടുത്ത പോയിന്റിലേക്ക് ഇനിയും 4 സ്കിൽസ് കൂടി ഉണ്ട്. ഒരു നല്ലൊരു കരിയർ കൗൺസിലേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ഇനിയും 4 സ്കിൽസ് കൂടി ഉണ്ട്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്താണ് നമുക്കൊന്ന് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. സംസാരിച്ചോളൂ സാർ. ഹലോ ഹലോ. വെരി ഗുഡ് ഈവനിങ് നജുദ്ദീൻ സർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം സാർ, സുഖമായിരിക്കുന്നു. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ രാജേഷ് സാർ ഉണ്ട്. ഇപ്പൊ ഇവിടെ പുതിയ വന്ന ഒരുപാട് മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇന്ന് അജിത് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ഒരുപാട് പേര് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് അവരെല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാം. ഓൾറെഡി ഉള്ള മെമ്പേഴ്സ് 2 വാക്ക് സംസാരിക്കും. കഴിഞ്ഞ ക്ലാസ് തൊട്ടാണ് സർ എനിക്ക് ലൈവിൽ വരാൻ വേണ്ടി പറ്റിയത്. റെക്കോർഡഡ് വേർഷൻ ഫുള്ളി കേൾക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായില്ല. കണ്ണിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഫുൾ ടൈം ഫോണിൽ എൻഗേജ്ഡ് ആവാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ബേസിക്കലി ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ്, സ്റ്റാഫിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സാറും ഞാൻ കണക്റ്റഡ് ആയിരിക്കുന്നത് VB ത്രൂ ആണ്, വിജയ് ബാബ അലൂമിനി ത്രൂ ആണ് കണക്ട് ആയിരിക്കുന്നത്. അപ്പോൾ പരിചയപ്പെടാനും ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാനും കൂടുതൽ കരിയർ കൗൺസിലർമാരെ, കാരണം നമ്മൾ ചെയ്യുന്നത് കരിയർ സെറ്റായി വന്ന കുട്ടികൾ പലപ്പോഴും, കാരണം ഞാൻ ഇതിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചതിന്റെ കാര്യം പലപ്പോഴും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പഠിച്ചിട്ട് കുട്ടികൾ എവിടെയൊക്കെയോ വരികയാണ്. ആ കോഴ്സ് വേണ്ട, ആ കോഴ്സ് ഞാൻ പഠിച്ചുപോയി, എന്റെ ഫ്രണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ പോയതായിരുന്നു, അല്ലെ വീട്ടിൽ നിന്ന് അച്ഛൻ പ്രഷർ ചെയ്തിട്ട് പോയതാണ്, എനിക്ക് ആ മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഇതിലേക്ക് എന്നെ ഒന്ന് കണക്ട് ചെയ്യൂ. അപ്പോൾ അവര് ഈ പറയുന്ന വലിയ കോസ്റ്റ് മുടക്കി പഠിച്ച പല കോഴ്സും ആയിരിക്കും. പിന്നെ അവർ പോകുന്നത് നോർമലി ഒരു +2 കാരന്റെ ജോലിക്കാണ്. MBA കഴിഞ്ഞിട്ട് ബില്ലിങ്ങിലേക്ക് ജോലി തരുമെന്ന് ചോദിച്ചിട്ട് വരുന്ന എത്രയോ കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളെയും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇല്ലാതാക്കണം. കാരണം അവരുടെ ഹ്യൂമൻ അവേഴ്സ്, ആ കുട്ടി ആ കോഴ്സിന് പോയി ചേർന്നില്ലെങ്കിൽ ആ കോഴ്സിന് വേറെ ആർക്കോ ചേരാൻ പറ്റുന്നതായിരുന്നു. ആ സമയനഷ്ടം ആ കുട്ടിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നഷ്ടം ഒഴിവാക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നത് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരാൻ താല്പര്യപ്പെട്ടത്. അതാണ് ഒരു പ്രാവശ്യം ലേറ്റ് ആയിട്ട് കൂടെ ഞാൻ സാറോട് ചോദിച്ചത്, സാർ എനിക്കിങ്ങനെ ഹോസ്പിറ്റലൈസിന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പഴയ പോലെ VB-യിലും ആക്റ്റീവ് അല്ല.
അപ്പോൾ കണ്ണൂരിൽ നിന്ന് കൊച്ചി വരെ എനിക്ക് പോകാനും പറ്റുന്നില്ല പലപ്പോഴും. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ ഇങ്ങനെ ലേറ്റ് ആയി എന്നാലും ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സാർ എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നു. അതിനുശേഷം എനിക്ക് 2 ക്ലാസ് സാറിൻ്റെ കൂടെ കേൾക്കാൻ പറ്റും. ഞാൻ ഇന്നിപ്പോഴും അമ്പലത്തിലൊരു പ്രോഗ്രാമിന് വന്നിടത്തായിരുന്നു ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നതിന് മുമ്പേ ആയതുകൊണ്ട് അവിടെ ആൽത്തറയിൽ ഇരുന്നിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ സാർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഒരുപാട് സന്തോഷം സാർ. സാർ ഇത്രയും എഫേർട്ട് ഇത്രയും ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നതിൽ താങ്ക്സ് എ ലോട്ട്. സാറിന്റെ ആർട്ടിക്കിൾസ് ഫേസ്ബുക്കിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു 1-2 എണ്ണം. അത് ഫുള്ളൊന്നും വായിക്കാൻ പറ്റിയില്ല. പക്ഷേ സെയിൽസിനെ കുറിച്ചും സെയിൽസ് സ്ട്രാറ്റജിയെ കുറിച്ചൊക്കെ സാറിന്റെ നിഗമനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക എംബ്രാസിംഗ് എന്നൊക്കെ പറയുന്നതിന്റെ അപ്പുറത്തേക്കാണ്. താങ്ക് യു സാർ. താങ്ക് യു ലോട്ട്. താങ്ക്സ് എ ലോട്ട് ഫോർ ഡൂയിങ് സംതിങ് ഫോർ ദ സൊസൈറ്റി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വാക്കുകളാണ് നമുക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത്. രാജേഷ് സാറിനെ പോലുള്ള ആളുടെ വാക്കുകൾ നമുക്ക് വളരെയധികം പ്രചോദനം തരുന്നുണ്ട്. എന്നാലും ഞാൻ ഇത് വളരെ ഇൻസ്പയർ ആവുകയാണ്. കാരണം ഒരു അമ്പലത്തിലെ ഒരു നല്ലൊരു കാര്യത്തിന് നിങ്ങൾ പോയിട്ട് ഒരു ഉത്സവ പറമ്പിലായിരുന്നിട്ട് പോലും നിങ്ങൾ ഈ സമയമായപ്പോ ഇതിലേക്ക് വന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു രാജേഷ് സാർ. ഇത് വലിയൊരു എനിക്കൊരു വലിയൊരു പ്രോത്സാഹനമാണ് ഇത്. പിന്നെ വളരെ സന്തോഷം. അജിത് സാർ, ഇന്നത്തെ പുതിയ മെമ്പർ അജിത് സാർ, മിസ്റ്റർ അജിത് ഫ്രം ട്രിവാൻഡ്രം. സാറേ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് സാർ. ഞാന് സത്യത്തിൽ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ കാരണം ഞാനൊരു എഡ്യൂക്കേഷണൽ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിൽ ആയതുകൊണ്ട് ഈ കോഴ്സുകളെ കുറിച്ചൊക്കെ ഭയങ്കരമായ അറിവുണ്ടെന്നും അപ്പൊ ഏത് കോഴ്സ് പഠിക്കണമെന്നും കുട്ടികളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം അന്വേഷണങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഉള്ള പരിമിതമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് വായിച്ചും യൂട്യൂബിൽ കൂടെ കേട്ടതും പിന്നെ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ കൂടെ നമ്മൾ മനസ്സിലായി തെറ്റായ ഒരു കോഴ്സ് എടുക്കുകയും കാരണം അന്ന് ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കോഴ്സിൽ ചെന്നപ്പെടുകയും പിന്നെ അതിന്റെ പിന്നാലെ നമുക്കുണ്ടായ കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരു അനുഭവമുണ്ട്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് കുട്ടികളുടെ താല്പര്യവും അതിന്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അത് സഫീഷ്യന്റ് അല്ല, കുറച്ചുകൂടെ ഈ കാര്യങ്ങളിൽ കുറെ കൂടെ ഒരു അറിവ് വേണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കോളേജിലെ ഒരു പ്രിൻസിപ്പാളാണ് എനിക്ക് ഈ വിവരം എനിക്ക് ഷെയർ ചെയ്ത് തന്നത്, തിരുവനന്തപുരത്ത് തന്നെ ഉള്ള. അപ്പോ അതിൽ നിന്നാണ് ഞാൻ പിന്നെ കണക്ട് ചെയ്ത് സാറിനെ ഇന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ ക്ലാസ് വളരെ നേരത്തെ തുടങ്ങിയെന്ന് അറിഞ്ഞെങ്കിലും എനിക്ക് അതിന്റെ എല്ലാ ലിങ്കുകളും എല്ലാം അയച്ചു തന്നു സാർ. അതുകൊണ്ട് താങ്ക്സ് പറയാണ്. എന്തായാലും ഇതിലെ എല്ലാ ക്ലാസ്സുകളും വളരെ മികച്ചതാണെന്ന് ഞാൻ കുറച്ച് 1-2 വീഡിയോസ് എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ മികച്ചതായിട്ട് തന്നെയാണ് തോന്നിയത്. ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കുറെ കൂടെ നമ്മളും കുറെ അപ്ഡേറ്റ് ആവണമെന്നുള്ള കുറെ നോളജൊക്കെ ഇപ്പൊ സാറ് പറഞ്ഞതെല്ലാം വളരെ വസ്തുതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ എൻ്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലാണ്, നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. ഇതാണ് എൻ്റെ കാര്യങ്ങൾ. വളരെ സന്തോഷം. തിരുവനന്തപുരത്ത് എവിടെയാ സാറേ? തിരുവനന്തപുരത്ത് ഇപ്പൊ വട്ടിയൂർക്കാവിലാണ് താമസം. സാർ ഇപ്പൊ എവിടെയാണ്? ഏത് ജില്ലയിൽ നിന്നാണ്? ഞാൻ മലപ്പുറം ജില്ല തിരൂരാണ് സതീഷ്. തിരൂര്. ഓക്കെ. തിരുവനന്തപുരത്ത് നിന്ന് വേറെ ആരെങ്കിലും പാർട്ടിസിപ്പൻസ് ഉണ്ടോ സാർ? ഉണ്ട് സാർ. നമ്മുടെ രാജേശ്വരി. ആ സാർ, ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പൊ ഉണ്ട്. കോട്ടയംകാരിയാണ് ബേസിക്കലി. ഇപ്പൊ തിരുവനന്തപുരം കേരള ചരിത്ര ഗവേഷണ കൗൺസിലിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിലെ ലേബർ ഹിസ്റ്ററിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു കണ്ടംപററി എക്സ്ആർ മാനേജ്മെന്റ് ട്രെൻഡ്സും അതിന്റെ ഒരു സ്റ്റഡി പഠനങ്ങളൊക്കെ ആയിട്ട് വരുന്ന അബ്ദുൽ സാറിന്റെ ക്ലാസ്സുകളൊക്കെ സൂപ്പറാണ്. നമ്മള് മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഈ ഒരു കോഴ്സില് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. പലപ്പോഴും ഇപ്പം ഞാനിപ്പോ കോളേജിൽ പഠിച്ചു വരികയാണ്, പാർട്ട് ടൈം ആയിട്ടാണ് PhD ചെയ്യുന്നത്. നമുക്കറിയാം ഈ അടുത്ത വർഷങ്ങളൊക്കെ തന്നെ ഇഷ്ടംപോലെ കരിയർ കൗൺസിലിംഗ് ക്ലാസ്സുകളും സെഷൻസ് ഒക്കെ കോളേജുകൾ ഉണ്ടാവുന്നുണ്ട്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പലപ്പോഴും എന്താ പറയാ ക്ലാസ്സുകളോട്ടൊന്നും അല്ല പോകുന്നത്. നമ്മളെ വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള ടോപ്പിക്കിന്റെ നല്ല ക്ലാസ്സുകൾ ഇപ്പോൾ ഓൾറെഡി സാർ കവർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒക്കെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഈ വീഡിയോസ് ഒക്കെ സാർ ഇത് അപ്ലോഡ് ചെയ്ത് ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം എന്നാണ്. നമ്മളിപ്പോ ഉടനെ ഒരു കൂട്ടായ്മ വരുമെന്ന് വിചാരിക്കുന്നു. സാറിന്റെ നേതൃത്വത്തിൽ, നജീബ് സാറിന്റെ നേതൃത്വത്തിൽ എല്ലാവരും പരിചയപ്പെടുന്നതിന് സന്തോഷം. താങ്ക് യു രാജേശ്വരി. രാജേശ്വരി ജന്മം കൊണ്ട് കോട്ടയംകാരിയും കർമ്മം കൊണ്ട്
തിരുവനന്തപുരത്തുകാരിയുമാണ്. പിന്നെയും ഒരുപാട് പേരുണ്ട്. കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഉണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ അടുത്തായിട്ട് ജോയിൻ ചെയ്ത സാർ ഒരു ആശിഷ് സാർ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സാർ ഇപ്പൊ അടുത്ത ഈ ആഴ്ച ജോയിൻ ചെയ്ത ഒരു സാറാണ് ആശിഷ്. അതുപോലെ നമ്മൾ അഷ്ഫാഖ് അഹമ്മദ് ഇവരൊക്കെ ഈ വർഷം ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകളാണ്. അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടോ? ഇന്ന് ആരായിരുന്നു ക്ലാസ് എടുക്കേണ്ടിരുന്നത്? കണ്ടില്ലല്ലോ, ഒന്നും ഇൻഫർമേഷൻ കിട്ടിയില്ലല്ലോ. അല്ല, അതാ പറഞ്ഞത്, ഒരു പ്രൊഫസർ, ഒരു ഫിറോസ് സൈത്ത് ആണ് പുള്ളി ക്ലാസ് എടുക്കേണ്ടത്. പുള്ളി monster.com ഇല്ലേ, monster.com പഴയ പണ്ട് monster.com ആയിരുന്നു. ഇപ്പൊ അതിന്റെ പേര് ഫൗണ്ടിറ്റ് എന്നാണ്. അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൺട്രി ഹെഡ് ആണ്, ഓൾ ഇന്ത്യ ഹെഡ് ആണ് മിസ്റ്റർ ഫിറോസ് സൈത്ത്. അദ്ദേഹം നമ്മളുമായിട്ട് നല്ലൊരു സുഹൃത്താണ്, ഒരുപാട് കാലത്ത് പരിചയമുള്ള ഒരാളാണ്. പുള്ളി ഇന്ന് നമ്മളോട് ഇന്ററാക്ട് ചെയ്യാൻ വരാമെന്ന് പറയുന്നു. പക്ഷെ ഇന്നൊരു സൂചന തന്നു, പുള്ളി ചിലപ്പം നടക്കാൻ സാധ്യതയില്ല എന്ന്. ഇന്ന് പുള്ളി കൺഫേം ആയി പറഞ്ഞു ഒരിക്കലും പറ്റുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു തിരക്കവിടെ വന്നുപോയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. നമ്മുടെ സാറേ, നമ്മുടെ ഡോക്ടർ സാർ, ഒരു കാര്യം ചോദിച്ചോളൂ. ഓക്കെ, ഈ ടെസ്റ്റ് ഫ്രീ ഏതൊക്കെയാ ഉള്ളത്? നമ്മുടെ ഈ സൗജന്യം എടുക്കാൻ പറ്റിയുള്ള സാധാ സ്കൂളുകളിൽ എടുക്കാനായിട്ട് പെയ്ഡ് അല്ലാത്തതുണ്ടോ? നമ്മുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, സീഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇപ്പോ ഏറ്റവും നമുക്ക് എനിക്ക് താരതമ്യം കുറച്ച് റിലയബിൾ ആയിട്ട് തോന്നിയ ഒരു സംഭവം. അതാണ് ഫ്രീ സോഫ്റ്റ്വെയർ. അത് സാർ ഇവിടെ ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യുന്ന ഏതൊരു മാഷന്മാരുടെ കയ്യിലും ഉണ്ടാവും സാർ. ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ വർക്ക് ചെയ്യുന്ന സാർമാരൊക്കെ കയ്യിൽ അത് കൊടുക്കാറുണ്ട്. സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ സാറിന് ആ സോഫ്റ്റ്വെയറിന്റെ ആക്സസ് ഫ്രീ ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പറയുക, സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ സോഫ്റ്റ്വെയറിൽ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവും. അതൊരിക്കലും ഫുൾ ആയിരിക്കില്ല. നമുക്ക് ഓതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് നമ്മുടെ ആന്റിജൻ ടെസ്റ്റും RT-PCR ടെസ്റ്റിന്റെ ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആന്റിജൻ ടെസ്റ്റിന് റേറ്റ് വളരെ കുറവാണ്, പക്ഷേ റിസൾട്ട് കൃത്യമായിരിക്കില്ല. RT-PCR കുറച്ച് കൂടിയാലും റിസൾട്ട് കൃത്യമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഫ്രീ ആവുന്നതോറും എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി കുറയും. കുറച്ച് പെയ്ഡ് ആയിട്ടുള്ള സംഭവമാണെങ്കിലും കുഴപ്പമില്ല, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പൊ ഈ പിയേഴ്സിന്റെ സോഫ്റ്റ്വെയർ, അതേപോലെ ICAT-ന്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതൊക്കെ പെയ്ഡ് ആണ്, പക്ഷെ റിസൾട്ട് കൃത്യമായി കുറച്ചും കൂടി കൃത്യമായിരിക്കും. അതുപോലെ ലൈഫോളജി, ടു സം എക്സ്റ്റെന്റ് ലൈഫോളജി ഇസ് ഓൾസോ സോ ഗുഡ്. സാർ, നമ്മുടെ ജോസഫ് സാറെ നമ്മൾ സ്ഥിരം ഒരു വായനക്കാരനാണ്, ഞാൻ കാണാറുണ്ട് സാറിന്റെ ഇതൊക്കെ. എന്താ സാറിന്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് സാറിന്റെ അഭിപ്രായം എന്താണ്? ഞാനത് മുഴുവൻ വായിച്ചല്ലോ, കുറെ വായിച്ചു. സമയം കിട്ടുമ്പോൾ വായിക്കും. ഇപ്പൊ കുറച്ച് ക്ലാസ് ഈ സമയം ഫ്രീ ടൈം കിട്ടിയപ്പോഴേ ഞാൻ ഫേസ്ബുക്കിലൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അത് നല്ലതാണ്. അത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ഇട്ടൂടായിരുന്നോ ഷോർട്ട് വീഡിയോ ഇട്ട്? ഒരുപാട് പേര് ഇപ്പൊ പറയുന്നുണ്ട്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറെ പേര് പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യത്തിനെ പറ്റി. അത്ര എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, അത് യൂട്യൂബിൽ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. ഞാൻ എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഒരു മനോരമ ബുക്സിന് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരുന്ന ബുക്കായിരുന്നു അത്. ബുക്കിലെ കുറച്ച് അധ്യായങ്ങളാണ് നമ്മൾ അവിടെ ആക്കിയിട്ടുള്ളത്. അപ്പോ എന്താ പറയാ, അതിന്റെ ഒരു ഇതായിരിക്കും. എന്ത് പറ്റി നമ്മുടെ സാറിന് ഒരു ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ഓൾറെഡി ബുക്കായിട്ട് ഇറങ്ങാൻ പോകുന്ന സംഭവം ആയതുകൊണ്ടേ ഇത് കുറച്ച് പേരും വായിച്ചോട്ടെ, ബാക്കി ഒരുപാട് പേരിലേക്ക് എത്തണ്ട എന്നുള്ളൊരു മനഃപൂർവ്വം ചെയ്ത സംഭവം തന്നെയാണ് അത്. അങ്ങനെ ചെയ്തിട്ടുള്ളത് അത് മനോരമ ബുക്സ് ആണ്. 2 മാസം യൂട്യൂബിലൊന്നും ചെയ്തിട്ടില്ല. 10 യൂട്യൂബ് വീഡിയോസ് ഇറക്കിയതാ. അല്ലേ? ഓക്കെ, സന്തോഷം സാറിനെ ഞാൻ കാണാറുണ്ട്. സാറിന്റെ കമന്റും മറ്റുമൊക്കെ കാണാറുണ്ട് താഴെ. വളരെ സന്തോഷം സാർ. ഓക്കെ, മാത്രമല്ല ഒരുപാട് പേര് പിന്നെ വിളിക്കാറുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് വായിച്ചു, നന്നായിട്ടുണ്ട് എന്നൊക്കെ ഫീഡ്ബാക്ക് പറയാറുണ്ട് പലരും. ഇപ്പൊ ഇന്നലെ നമ്മുടെ ഒരു CCC മെമ്പർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കരിയർ കൗൺസിലേഴ്സ് മെമ്പർ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാനിപ്പോ പിള്ളേർക്ക് അസൈൻമെന്റും കേസ് സ്റ്റഡിയൊക്കെ കൊടുക്കുന്നത് ഇതാണ്. ഞാൻ അദ്ദേഹം പഠിപ്പിക്കുന്നത് BBA എന്താണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം BBA കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എന്റെ മക്കൾക്ക് ഞാൻ അസൈൻമെന്റ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പൊ സാറിന്റെ ഇതാണ് ആർട്ടിക്കിൾസ് ആണെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഒരു കണ്ണ് കാണാത്ത ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കണ്ണ് കാണില്ല, പക്ഷെ എന്റെ മോൾ എനിക്ക് വായിച്ചു തരും. അത് വളരെ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒക്കെ വളരെ സന്തോഷമാണ് നമുക്ക് മനസ്സിൽ തോന്നാറുള്ളത്. എനിവേ, എല്ലാവരും അവരോട് ആശയങ്ങൾ പങ്കുവെച്ചു. ഇനി ആർക്കെങ്കിലും സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഒന്ന് സംസാരിച്ചാൽ 2 വാക്ക് സംസാരിക്കുക എല്ലാവരും. ബിന്ദു മോൾ മാഡം.
മാഡം എന്തോ സംസാരിക്കാൻ വേണ്ടി വന്നു, അപ്പോഴാണ് ഡൈവേഷൻ ഉണ്ടായത്. സുരേന്ദ്രൻ സാർ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം സാർ, പറയൂ സാർ. എല്ലാരും പറയുന്നത് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ഓക്കെ. എന്തായാലും ഒരു ഗംഭീര ദൗത്യമാണ് താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും കൂടണം, നേരിൽ പരിചയപ്പെടണം. തീർച്ചയായും സാർ, തീർച്ചയായും എല്ലാവരും നേരിട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പറയൂ ബിന്ദുമോൾ മാഡം, പറയൂ. ഇത് കഴിഞ്ഞിട്ടേ നമുക്കൊരു ഗ്രാൻഡ്, അത് എന്തായാലും നമ്മൾ ഒരു ഗ്രാൻഡ് കോൺവൊക്കേഷൻ ഉണ്ടാവും. ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങായിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിലെന്തായാലും ഉണ്ടാകും, നമ്മളൊരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാനൊരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്ന അതിന് മുമ്പായിരുന്നു ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഒന്നുകൂടി നല്ലതാണ്. അതെ അതെ. അപ്പൊ കാരണം ഇപ്പൊ നമുക്കൊരു 1-2 മെമ്പേഴ്സും ഈ മാസം തന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ ടീമിലുള്ളത് ഗംഭീരന്മാരാണ് മുഴുവനെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഒബ്വിയസ്ലി നല്ല പ്രാഗൽഭ്യം തെളിയിച്ചോ. ഇങ്ങനത്തെ ഒരു ടീമിനെ നമുക്ക് ഒരുമിച്ച് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാഭാഗ്യം. അതെ അതെ, കാണുന്നതാണ്. മാത്രമല്ല ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്ഡും ആണ് എല്ലാവരും. ജീവിതത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ്, ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് അല്ല. നമ്മളെ അതിൽ കുറവുള്ളൂ ഫീൽഡ് അല്ലാത്തതുകൊണ്ട്. എന്നല്ല സാറ് ഇപ്പൊ സാറിന്റെ ആ ഏരിയ, ആ ഒരു നല്ലൊരു ഏരിയ അല്ലേ അത്. അപ്പൊ ആ ഏരിയയുമായി ബന്ധപ്പെട്ട് സാർ ഒന്ന് സ്പെഷ്യലൈസ്ഡ് ചെയ്താൽ മതി. സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, അതിലെനിക്ക് ഇതൊന്നുമില്ല. അത് നന്നായിട്ട് പോകുന്നുണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി സാർ നമ്മൾ ഈ കൂട്ടായ്മയുടെ വേറൊരു കാര്യം എന്താ സാറിന് അറിയൂ, അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ മേഖലയിലും നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന മേഖല ബിസിനസ് മാനേജ്മെന്റ് ആ രംഗത്ത് MBA BBA പോലത്തെ കോഴ്സുകളെ പറ്റിയിട്ട് എനിക്ക് നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ആ ഫീൽഡിൽ ഞാൻ ബേസിക്കലി ഞാൻ MBA ആണ്, ബിസിനസ് ഡോക്ടറേറ്റ് ആണ്. പിന്നെ മാത്രമല്ല ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു സ്കൂളാണ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം. അതേസമയം എനിക്ക് ഒരു ലോ ആയിട്ട് ബന്ധപ്പെട്ട നിയമവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഒരു സമയത്ത് എനിക്ക് പറയാൻ പറ്റിക്കോളുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സാറിന് പതുക്കെ എനിക്ക് സാറിന് അത് കൈമാറാൻ പറ്റും. അതുപോലെ മനോജ് സാറിന് എക്സ്പെർട്ടൈസിൽ ഒരു മേഖലയിൽ എനിക്ക് സാറിന്റെ പേര് പറയാൻ പറ്റും, ഇന്ന സാറിനെ വിളിച്ചു കൊടുത്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് സംഭവിക്കണം. ഒന്ന്, എനിക്ക് അറിയില്ല എന്നുള്ള ആ ഒരു കോംപ്ലക്സ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ആ കുട്ടിക്ക് ഞാൻ തുറന്നു പറയാണ്, മോനെ എനിക്ക് അറിയില്ല മോനെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ കുട്ടിക്ക് ആ ഇൻഫർമേഷൻ കിട്ടാതെ പോവുകയും ചെയ്യരുത്. അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറഞ്ഞ പോലെ എനിക്ക് അറിയില്ല, പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു അഡ്വക്കേറ്റ് സുരേന്ദ്രൻ സാർ ഉണ്ട്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കട്ടെ. അല്ലെങ്കിൽ ഒരു ഡോക്ടർ ജോസഫ് സാർ ഉണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ. അല്ലെങ്കിൽ ഒരു മനോജ് കുമാർ സാർ ഉണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ അവരെ നമ്പർ തരാം, നീ വിളിച്ചു നോക്ക്. ആ ഒരു നെറ്റ്വർക്കിംഗ്, ആ ഒരു കൂട്ടായ്മ, ആ ഒരു കൊളാബറേഷൻ ഉണ്ടാവണം. അൾട്ടിമേറ്റ്ലി വിദ്യാർത്ഥി സമൂഹം അതുകൊണ്ട് ബെനിഫിഷ്യറി ആവണം. അതാണ് നമ്മുടെ ഉദ്ദേശം. മനോജ് കുമാർ സാർ. അതെ സാർ, ഞാൻ ഇത്ര സമയം ഒരു 15 മിനിറ്റ് വരെ ഞാൻ യാത്രയിലായിരുന്നു. ഞാനിപ്പോ കാസർഗോഡ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കാറിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി കാറിന്ന് കേട്ടുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് വീട്ടിലെത്തി ഒന്ന് റെഡിയായി ഇതേ ഉള്ളൂ. അപ്പൊ ഒക്കെ ഞാനിത് ഓഡിയോ മുഴുവൻ കേട്ടുകൊണ്ട് തന്നെയാണ് മൊബൈൽ കൊണ്ട് നടക്കുന്നതാണ് സാർ ചെയ്യുന്നത്. വീട്ടിൽ ജസ്റ്റ് എത്തിയേ ഉള്ളൂ. ഈ ക്ലാസ്സിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര അത്ഭുതം എന്ന് പറയാം. കാരണം 25 മണിക്കൂർ ക്ലാസ് നമുക്ക് തന്നത് 1000 രൂപക്കാണ്. ഇങ്ങനെ ഒരു ഇത്രയും നല്ല അവൈലബിൾ ആയ ഒരു ക്ലാസ് ഈ ഒരു കോസ്റ്റിന് നമുക്ക് ലോകത്ത് കിട്ടുമോ സംശയം. കാരണം നമ്മളൊരു ഫേസ്ബുക്കിൽ ആഡ് നോക്കിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ സൂമിന് ക്ലാസ് എടുക്കാൻ വേണ്ടി പലപ്പോഴും കാണുന്നത് 500, 1000 ഒക്കെ കാണുന്നത്. അപ്പൊ സാറിന്റെ ഈ ഇത്ര നല്ലൊരു ക്ലാസ് നമുക്ക് ഇങ്ങനത്തെ ഒരു ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ തീർച്ചയായിട്ടും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പല ദിവസങ്ങളും ക്ലാസ്സിന് എനിക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളെ ക്ലാസ് മിസ്സായി പോകുന്നത്. എന്നാൽ പോലും ഞാൻ ഓഡിയോ പരമാവധി കേൾക്കാറുണ്ട്. ട്രെയിനിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ റേഞ്ച് കിട്ടൂല, അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടാണ്. പിന്നെ മാത്രമല്ല സാറേ, നമ്മളിപ്പം ഞാൻ എത്രയോ കാലം വിചാരിക്കുക നല്ലൊരു കരിയർ ഗൈഡൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. കാരണം കുട്ടികളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതും പേരൻസിനെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ്. എങ്ങനെയാണ് ഇത് പഠിക്കുക, പുതിയ പുതിയ കോഴ്സുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു അത്ഭുതം തന്നെ പറയാം സാറിന്റെ മുമ്പിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയത്. ഏതായാലും വളരെ ഗ്രേറ്റ് സാർ, വളരെ നന്ദി. അതായത് സാർ, ഈ ലോകത്ത് ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോദ്യമാക്കി ഞാൻ മുമ്പോട്ട്, ഈ ലോകത്ത് എത്ര ശതമാനം ആളുകളാണ് അവർ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നത് എന്ന് ഒരു ഊഹം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? 1% ഉണ്ടാവും സംശയം. 1%. 1% ഉണ്ടോ എന്ന് സംശയം. പിന്നെ ആർക്കെങ്കിലും വേറെ മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഇതിന്റെ അഭിപ്രായം പറയാനുണ്ടോ? ഒരു കണക്ക് പറയാനുണ്ടോ? എത്ര ശതമാനം അവര്
അറൗണ്ട് 5%. പറഞ്ഞോളൂ സാർ. Around 5%. Okay, 5%. Any other figures, sir? Any other speculations? Joseph sir, Bindu Mol, എല്ലാവരും സംസാരിക്കൂ കേട്ടോ. ഷൗക്കത്ത് അലി സാർ എല്ലാവരും സംസാരിക്കൂ. ഒരു അസംഷൻ പറഞ്ഞോളൂ, ചെറിയൊരു കണക്ക് പറഞ്ഞോളൂ, നിങ്ങളുടെ തോന്നുന്നത് അങ്ങോട്ട് പറഞ്ഞോളൂ. ആരൊന്നും പറയുന്നില്ലല്ലോ, എന്ത് പറ്റി? ഒരു 8% ആളുകൾ. 8% ആളുകൾ എന്നാണ് പറയുന്നത്. ജലീൽ സാർ പറഞ്ഞത്, ഷൗക്കത്ത് അലി സാർ പറഞ്ഞത്. പിന്നെ ഇനി വേറെ ആരെങ്കിലും പറയാനുണ്ടോ? നീ ഞങ്ങൾക്ക് അവസരം തന്നിനാന്ന് പറയുന്നത്, പറയാൻ അവസരം തന്നിനാന്ന് പറയുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അത്രയില്ല, 1% താഴെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1% താഴെയാണെന്നാണ് മാഡത്തിന് തോന്നുന്നത്. ഓക്കെ ഓക്കെ. സുബൈദ മാഡം നമ്മുടെ നല്ലൊരു ആക്റ്റീവ് മെമ്പറാണ്. എവിടെയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്, എവിടെയാണ് നമ്മുടെ ലേഡി സൂപ്പർ പവർ എന്നുള്ളത് വരാത്തതെന്ന്. എന്നാലും സാറെ കറക്റ്റ് സമയത്ത് മാഡം വന്നു, പറഞ്ഞു, വളരെ സന്തോഷം. പിന്നെ ഇനി ആർക്ക് പറയാനുള്ളത്? ജലീൽ സാർ കേൾക്കുന്നുണ്ട്. ജലീൽ സാർ, നിങ്ങൾ പ്രവാസത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡയലോഗ് പറയൂ, ഒരു കമന്റ് പറയൂ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എത്ര ശതമാനം ആളുകൾ നമ്മുടെ ഇത് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നുണ്ട് ആസ്വദിച്ചിട്ട്? അത് വളരെ കുറവാണ് സാറേ. കാരണം ഓരോരുത്തര് എന്താണ് ബൈ ചാൻസ് ചെന്ന് എന്തെങ്കിലും ചെന്ന് ചാടുന്നതാണ്. അതെ 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 അതെ, ശരിയാണ്. അപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ പുതിയ ഈവൻ മെക്കാനിക്കൽ എടുത്തു നോക്കുന്ന ഓരോ, ഞാൻ പറയുന്നത് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ളവരും കറക്റ്റ് ആയിട്ട് തിരിച്ചുവിടാൻ പറ്റുന്നവർക്കാണെങ്കിലാണ് കുറച്ച് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുള്ളൂ. ഇത് 10ാം ക്ലാസ് കഴിഞ്ഞ് കുറെ പേര് ഇങ്ങനെ ഇറങ്ങണ്, ഇനി അങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ എവിടെയെങ്കിലും ചെന്ന് കയറുന്നു. ഈ പറഞ്ഞ പോലെ മാത്സിന് മാർക്കുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ആണെന്നുള്ളൊരു താല്പര്യത്തിൽ പോകണം. പക്ഷെ പിന്നീട് ഇവന്റെ ജീവിതം മൊത്തം സ്ട്രഗിൾ ആയിരിക്കും. അപ് ടു 60 ഇവൻ ഒരു ജോലിക്ക് കയറുന്ന അപ് ടു 60 വരെ ഈ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ലൈഫായിരിക്കും. അതെ 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 അതെ. സ്വന്തമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വിടാ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെ അതെ, വെരി ഗുഡ്. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ ഒരു പുതിയ മെമ്പർ പറയുന്നുണ്ടായിരുന്നു, കുറെ കുട്ടികളുടെ ഒരു ബുദ്ധിമുട്ടുകൾ സാറ് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ രാജേഷ് സാറാണ് പറഞ്ഞത്. ഒരുപാട് കുട്ടികളെ തെറ്റായ കോഴ്സിൽ ചെന്ന് ചേർന്നിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരൻ ആ കോഴ്സിലേക്ക് പോയതുകൊണ്ട് ഞാനും പോകുന്നു, അല്ലെങ്കിൽ എന്റെ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ആ കോഴ്സ് പഠിച്ചു, അല്ലെങ്കിൽ അമ്മ നിർബന്ധിച്ചുകൊണ്ട് ആ കോഴ്സ് ഞാൻ പഠിച്ചു. അപ്പൊ എന്റെ ലൈഫിൽ എത്രയോ കുട്ടികളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. എന്റെ മുമ്പ് എന്താ ഈ ഓഫീസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഓഫീസ് ഇതാ, ഇവിടുന്ന് അച്ഛനും മക്കളും നമ്മൾ വഴക്കുണ്ടായ തല്ലാനൊക്കെ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ കൗൺസിലിങ്ങിന് അവർ വന്നിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് അടിക്കാൻ പോവാണ് മക്കളും അച്ഛനും മകളൊക്കെ അങ്ങോട്ട്. കാരണം അച്ഛൻ മകനെ കൊണ്ട് ഒരു കോഴ്സ് കൊണ്ട് ചാടിച്ചു, മകൻക്കാണെങ്കിൽ പഠിക്കാനും വയ്യ, ലാസ്റ്റ് അവൻ കോഴ്സ് അവൻ ഡ്രോപ്പ് ഔട്ട് ആയി. എന്നിട്ട് അച്ഛൻ കുറ്റപ്പെടുത്തുമ്പോ മകൻ സകല നിയന്ത്രണം വിട്ട് അവൻ അടിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഞാൻ പറയുന്ന സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. നാട്ടുകാരെന്ത് പറയുന്നു, വീട്ടുകാരെന്ത് പറയുന്നു, കൂട്ടുകാരെന്ത് പറയുന്നു, ഇതിനനുസരിച്ചിട്ടാണ് പലരും പല തീരുമാനങ്ങളും എടുക്കുന്നത്. ഞാൻ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയുകയാണ്, ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. നമ്മുടെ ചിന്ത, നമ്മുടെ മൈൻഡ് പറയുന്ന കാര്യങ്ങളുടെ ഉൾക്കാഴ്ചയുടെ വഴി പിടിച്ച് പോവാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം. അവരും നമ്മുടെ വേണം, അവരും കൂടി വേണം, അവരെ മാനിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യരുത്, നമ്മുടെ ലൈഫിന്റെ, നമ്മുടെ ജീവിതമാകുന്ന ആ ഒരു കാറിന്റെ സ്റ്റിയറിംഗ് വേറൊരാളുടെ കൈ കൊടുക്കരുത്. അതിന്റെ ബെല്ലും ബ്രേക്കും ഒന്നും നമ്മൾ വേറെ ആളെ കൈ കൊടുക്കരുത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസ്ട്രക്ഷൻസ് വാങ്ങാം. പക്ഷെ ആ സ്റ്റിയറിംഗും ബെല്ലും ബ്രേക്കിന്റെ ഒക്കെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം ഉണ്ടാവേണ്ടത്. പക്ഷെ ഇന്ന് അത് സംഭവിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു കണക്ക്, ലിങ്ക്ഡിൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം ലോകത്ത് 13.16% ആളുകൾ മാത്രമാണ് തങ്ങൾ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ടുള്ള ഒരു ജോലിയിൽ ചെയ്യുന്നത്. വളരെ ഖേദകരമായിട്ടൊരു വിഷയമാണ്. ഇപ്പൊ ഞാൻ ആ 13.1 വരാൻ സാധ്യതയുള്ള ഒരാളാണ്. കാരണം ഞാൻ എന്റെ ആ ഒരു മേഖല ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്. കാരണം എന്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചിങ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പൊ നിങ്ങളൊക്കെ വായിക്കുന്ന കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അത് എഴുതുക, സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്റെ ലൈഫ് ഇതെന്റെ ഓഫീസാണ്. എന്റെ ഓഫീസിൽ ഏകദേശം 10ഓളം സ്റ്റാഫുകൾ ഉണ്ട്. കുറെ കാര്യങ്ങൾ ഇപ്പൊ അവരെ ഞാൻ പഠിപ്പിച്ചു.
എന്റെ തൊഴിലിന്റെ ഒരു 90% കാര്യം അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരത് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എന്റെ ഒരു പാഷന്റെ പുറകെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. എഴുത്ത്, വായന, സിനിമ കാണല്, സംഗീതം കേൾക്കുക, അതൊക്കെയാണ് എന്റെ പാഷൻ. ഞാൻ അതിന്റെ പുറകെ ഞാൻ പോകുന്നുണ്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ജോലി ചെയ്യുന്നത് ഞാനൊരു മനോഹരമായ ഒരു കായലിന്റെ കരയില് ആ കായലിന്റെ കാറ്റും കൊണ്ടുകൊണ്ടായിരുന്നു. ആ കരയിൽ തന്നെ നല്ലൊരു ഹോട്ടലില് അവിടെ തന്നെ കായലിലെ മീൻ പിടിച്ച് വറുത്ത് വെക്കുന്നു. അവിടെ തന്നെ ഞാൻ ലഞ്ച് കഴിച്ചു. ആ കായലിന്റെ കരയിൽ ഞാൻ ജോലി ചെയ്യുന്നു. ഒരു വൈകുന്നേരം ഒരു 4 മണി വരെ ജോലി ചെയ്യുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജോലി ചെയ്യാൻ എനിക്ക് ഇന്ന സ്ഥലം വേണമെന്നില്ല. അങ്ങനെ ഒരു ജോലി എന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇഷ്ടപ്പെട്ട സംഭവം യാത്രകൾ ചെയ്യുക, ഒരുപാട് പുതിയ പുതിയ ഭക്ഷണങ്ങൾ കഴിക്കുക, സിനിമ കാണുക, പാട്ട്, ഇതൊക്കെ എന്റെ ഇഷ്ടമുള്ള വിഷയമാണ്. അപ്പൊ ഇതെല്ലാം എനിക്ക് എന്റെ കരിയറിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു മേഖല ഞാൻ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് സംഭവമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു നല്ലൊരു മേഖലയായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ സെലക്ട് ചെയ്തു. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന രംഗത്ത് ചാകര പോലെ കമ്പനികളുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടന്റ് റൈറ്റിംഗ് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു മാർക്കറ്റായി. ഞാൻ എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികളുമായി ഞാൻ ടൈപ്പ് ചെയ്തു. എല്ലാവർക്കും എനിക്ക് വർക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിരുന്നിട്ട് എന്റെ ഒരു സൗകര്യത്തിന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കൊരു സിനിമ കാണണമെന്ന് സിനിമ കാണാം, എനിക്ക് യാത്ര ചെയ്യണമെന്ന് യാത്ര കാണാം. എന്തിനധികം പറയുന്നു, ഒരു ടൂർ പോയാൽ പോലും എനിക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് മാറി ഇരുന്നുകൊണ്ട് എന്റെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇതുപോലെ ഇൻഡിവിജ്വലി ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഉണ്ടായിരിക്കും, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, അവർക്ക് ഏറ്റവും പ്രാവീണ്യ ഒരു മേഖല ഉണ്ടായിരിക്കും. ആ മേഖലയെ തന്നെ അവർക്കൊരു തൊഴിലാക്കി ജോലിയാക്കി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ബി വെരി ഹാപ്പി. ഒരുപാട് സന്തോഷം ലഭിക്കും. ഇപ്പൊ എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, നീ വളരെ ബിസിയാണ്, നിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നീ വളരെ ബിസിയാണ്, ഒരുപാട് ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട്, ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതുന്നുണ്ട്, നോവൽ എഴുതുന്നുണ്ട്, ബുക്സ് എഴുതുന്നുണ്ട്, ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നീ ഒരു സിനിമ പോലും നീ മിസ്സാക്കുന്നില്ല, മിക്കവാറും എല്ലാ സിനിമകളും നീ കാണുന്നുണ്ട്, പിന്നെ പുതിയ പുതിയ ബുക്കുകളുടെ ഒക്കെ റിവ്യൂ നീ ഇടുന്നുണ്ട്. ഇതൊക്കെ എവിടെ സമയം കിട്ടുന്നത് പറയുന്നത്? ഒന്നുമില്ല, നോ എനി മിറക്കിൾ. നമ്മൾ എടുക്കുന്ന തീരുമാനം, നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം സൂപ്പറായി ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിദ്യാർത്ഥിയെയും അവരെ മനസ്സിലാക്കിയിട്ട്, അവരെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട്, സത്യം പറഞ്ഞാൽ വഴിമാറി സഞ്ചരിച്ചുകൊണ്ട ഒരാളാണ് ഞാൻ. എന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാൻ വേറെ റൂട്ടിൽ കൂടി പോയിരുന്ന ഒരാളാണ് ഞാൻ. അവര് ഒരിക്കൽ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു, നീയായി നിന്റെ പാടായി, നിന്റെ ഒരു കാര്യത്തിന് ഞാൻ ഇടപെടില്ല, നീ നിന്റെ റൂട്ടിന് പോയിക്കോ, ഞങ്ങൾ നിന്റെ ഒരു കാര്യത്തിന് ഇടപെടില്ല എന്നൊരു പറഞ്ഞു. പക്ഷെ അത് നല്ല തീരുമാനമായിരുന്നു. കാരണം അതിനുശേഷം ഞാൻ എന്റെ പാഷന്റെ പുറകെ പോയി ഞാൻ ഒരു കരിയറാക്കി മാറ്റി. അത്യാവശ്യം തിരക്കുകളുള്ള ഒരു കണ്ടന്റ് റൈറ്റർ ആയിട്ട് ഞാൻ ഇന്ന് മുമ്പോട്ട് പോകുന്നുണ്ട്. അതായത് അത്യാവശ്യം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലാണ് എന്റെ PhD. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ ഒരുപാട് സ്ഥലത്ത് തന്നെ വിളിക്കുന്നുണ്ട്, നല്ല പേയ്മെന്റ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോ നമ്മളെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന ആ യാത്രകൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. ഒരുപാട് പുതിയ പുതിയ സ്ഥലങ്ങൾ. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത് തൃശ്ശൂരാണെങ്കിൽ നാളെ ഞാൻ ക്ലാസ് എടുക്കുന്നത് എറണാകുളത്തായിരിക്കും, അടുത്ത ക്ലാസ് ഞാൻ എടുക്കുന്നത് തലശ്ശേരിയിലായിരിക്കും. അപ്പൊ ഒരുപാട് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം, ഒരുപാട് പുതിയ ടെറൈൻസിലൂടെ യാത്ര ചെയ്യാം, ഒരുപാട് പുതിയ ഭക്ഷണങ്ങൾ കഴിക്കാം, ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി മറ്റുള്ളവരുടെ വഴിക്ക് പോയിട്ട് കാര്യമില്ല. എന്റെ മനസാക്ഷിയോട് പറയുന്നത് എനിക്ക് എന്താണോ ആസ്വദിക്കാൻ പറ്റുന്നത് അത് ഞാൻ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ വേറൊരു ചലഞ്ച് കൂടി ഉണ്ട്, ഒരു വെല്ലുവിളി കൂടി ഉണ്ട്. കാരണം ഇവിടെ എന്റെ കാലുകൾ എപ്പോ തെറ്റുന്ന കാത്തിരുന്ന ഒരാൾക്കാരുണ്ട്. എന്റെ അടി തെറ്റുന്നത്, ഞങ്ങൾ അന്നേ പറഞ്ഞു അവനോട് ചെയ്യേണ്ടെന്ന്, ആ വഴിക്ക് പോകണ്ട, ഞങ്ങൾ അന്നേ പറഞ്ഞു അവനോട്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ വീഴ്ച നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. വളരെ സൂക്ഷിച്ച് ഓരോ ദിവസവും നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കുറ്റബോധവും ഇല്ല, എവിടെ നമ്മൾ ബ്ലോക്ക് ആയിട്ടില്ല, ഇതുവരെയായിട്ട് ബ്ലോക്ക് ആയിട്ടില്ല, ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതേ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇനിയും ഒരുപാട് കുട്ടികളെ എത്തിക്കണം. അപ്പോ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, ഞാനിപ്പോൾ അടുത്ത് ഞാൻ ക്ലാസ് ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ നീച്ചത് കൈയടിച്ചത് ഒരു എക്സാമ്പിൾ ആണ്. കാരണം ഞാൻ കാണിക്കാം, ഞാൻ വേറെ ക്ലാസ് ഞാൻ ആ വീഡിയോ എനിക്ക് കാണിച്ചു തരാം. ഇരട്ട സഹോദരന്മാര്, തമിഴ്നാട്ടിൽ ജനിച്ച ഇരട്ട സഹോദരന്മാര്, അവര് പഠിക്കാൻ രണ്ടാളും മണ്ടന്മാരായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് അവർക്ക് അടിയെടുത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. രണ്ടുപേരും കുഴി മടിയന്മാരായിരുന്നു. അവർക്ക് ഏറ്റവും വലിയ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരാട്ട ക്ലാസ്സിന് പോവുക, ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്യുക, ഇത് മാത്രമായിരുന്നു അവരുടെ ഇഷ്ടപ്പെട്ട മേഖല. അച്ഛന്റെ കയ്യിൽ നിന്നോ അമ്മയുടെ കയ്യിൽ നിന്നും തലയിടത്ത ദിവസങ്ങളില്ല. ഇനി കരാട്ട ക്ലാസ് പോകാൻ പാടില്ല, പോയാൽ കയ്യും കാലും ഒടിച്ചിരുന്ന പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അമ്മയും അച്ഛന്റെ കൂട്ട് നിന്നു. പക്ഷെ മക്കള് അവരുടെ ആ ഒരു പാഷന്റെ പുറകെ തന്നെ പോയി. അവർ നല്ല ഫൈറ്റേഴ്സായി,
നല്ല ബോഡി ബിൽഡേഴ്സ്, നല്ല ഫൈറ്റേഴ്സ് ആയി. ആ ഫൈറ്റിംഗ് സ്കിൽസ് അവര് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. സിനിമയിലെ ഫൈറ്റ് മാസ്റ്റേഴ്സ് ആയി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഫൈറ്റ് മാസ്റ്റേഴ്സ് കോംബോ ആണ് അവരാണ് നമ്മുടെ മലയാളത്തില് RDX, തമിഴില് ജയിലർ, പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ലിയോ മാസ്റ്റർ, പിന്നെ കന്നഡയിലെ KGF, കാന്താര പോലുള്ള സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് ഫൈറ്റ് കോറിയോഗ്രഫി ചെയ്ത അൻപറിവ് എന്ന് പറഞ്ഞ സഹോദരന്മാര്. അറിവ് 2 സഹോദരന്മാരാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേഖല, പാഷനേറ്റ് ആയിട്ടുള്ള മേഖല എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ പാഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ് സാർ, എന്താ കൃത്യമായിട്ട് സാർ അവരെ പേരെന്താണ് സാർ? ഒന്ന് പേര്? അറിവ് 2 പേര്. അറിവ് അല്ലേ? ട്വിൻസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്ന് പറഞ്ഞാൽ സ്നേഹം, അറിവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നോളജ്. അപ്പൊ അങ്ങനെ പേരിട്ടതാണ്. 2 പേരും ഇന്ന് ഏറ്റവും സാറിന് കാണാൻ പറ്റും, പല ഫിലിമുകളുടെയും ടൈറ്റിൽ കാർഡിൽ കാണാൻ പറ്റും അൻപറിവ്, ആക്ഷൻ ബൈ അൻപറിവ് എന്ന് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മലയാളത്തിൽ ഏറ്റവും അടുത്ത കാലത്ത് ഹിറ്റായ RDX എന്ന സിനിമയാണ് അവർ മലയാളത്തിൽ ചെയ്ത ഒരു പ്രശസ്തമായിട്ടുള്ള സിനിമ എന്ന് പറയുന്നത്. വിക്രം, തമിഴിൽ ഏറ്റവും ഹിറ്റായ വിക്രം, ഇതിനൊക്കെ അവരാണ്. നജീമുദ്ദീൻ സർ, ശരത്താണേ സാർ. ജസ്റ്റ് ഒരു ഇൻട്രപ്ഷൻ. അതായത് സാർ ഇപ്പൊ പറഞ്ഞ ഈ സ്റ്റോറി ആക്ച്വലി വളരെ വലിയൊരു മോട്ടിവേഷൻ സ്റ്റോറിയാണ്. അപ്പൊ ഇനി ഒരുപാട് എനിക്ക് കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ പറയാനായിട്ട് ഒരു കഥ കൂടിയായി. അതിന്റെ ഒരു പെർമിഷൻ കൂടി, പേറ്റന്റ് ഇല്ലെങ്കിൽ അതിന്റെ പെർമിഷൻ കൂടി ഞാൻ എടുക്കുന്നു. എന്ത് പേറ്റന്റ് സാറേ, എന്ത് പേറ്റന്റ്? നമ്മളിപ്പോ ഇവിടെ ക്ലാസ് നമ്മൾ എടുക്കുന്നതിനാണ് ഇതുപോലെ നോളജ് ഷെയർ ചെയ്യാനും. ഈ കഥ കേട്ട് ഒരു 10 കുട്ടികളെങ്കിലും സാറേ ആ വഴിക്ക് മാറിയാൽ അല്ലേ, അത് അത്രയും നല്ല സന്തോഷമുള്ള കാര്യമല്ലേ സാറേ? നാളെ പറയൂലേ അവര്, ശരത് സാറിന്റെ ക്ലാസ് കേട്ട് ഞങ്ങള് ഒരുപാട് ഇൻസ്പയർഡ് ആയി ഞങ്ങളുടെ വഴിക്ക് പോയി എന്ന് പറയാറില്ലേ സാറേ? ഞാൻ ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ രക്ഷിതാക്കളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കള് നിങ്ങളുടെ കണ്ണ് എത്തത്തെ ദൂരത്ത് ഒരുപാട് കഥകൾക്കപ്പുറം നിന്നുകൊണ്ട് ഇങ്ങനെ മാസം ലക്ഷങ്ങൾ അയക്കുന്നതാണോ ഇഷ്ടം, അതല്ല അവര് നിങ്ങളുടെ കണ്ണിന് മുമ്പ് തന്നെ ഉണ്ട്? നിങ്ങളെ എപ്പോഴും നിങ്ങൾക്ക് കാണാം, എല്ലാ ദിവസവും വരെ രാത്രി വന്നിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് ഊണ് വാങ്ങി കഴിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. രാവിലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചിട്ട് പുറത്തേക്ക് പോകുന്നത്. എന്നിട്ട് പക്ഷെ നല്ല സമ്പാദിക്കുന്നുണ്ട്. ചിലപ്പം ലക്ഷങ്ങളോ കോടികളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ കുടുംബം നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യമാണോ വേണ്ടത്? ഫസ്റ്റ് കേസിൽ നിങ്ങൾക്ക് അവരൊന്ന് കാണാൻ തോന്നിയാൽ പോലും കാണാൻ പറ്റി വരില്ല. അവരുടെ മക്കൾ ഉണ്ടായപ്പോൾ അവരുടെ മക്കളെ കാണണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് വരണം. നിങ്ങളുടെ ഒരു മരണം സംഭവിച്ചാൽ പോലും അവർ അവിടുന്ന് വരണമെങ്കിൽ ഒരു 2-3 ദിവസങ്ങൾ എടുക്കും. അങ്ങനെ ഒരു സാഹചര്യമാണോ വേണ്ടത്? എല്ലാം നിങ്ങളുടെ നിങ്ങളുടെ മരണസമയത്ത് പോലും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തുണ്ട്, അവർ നിങ്ങൾ നോക്കുന്നുണ്ട്, അവർ എല്ലാ ദിവസവും മരുന്നെടുത്ത് തരുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യമാണോ നമുക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ 90% മക്കളും പറയും ആരാണ് ഇതിന്, അല്ലെങ്കിലും അത് കൂടുതലും കോപ്പിയുടെ തന്നെയാണ്. അത് മനസ്സിലായില്ല, എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുമ്പോൾ 90% പേരൻസും പറയാറുള്ളത്, സാർ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഞങ്ങളെ കൺവട്ടത്ത് ഉണ്ടായാൽ മതി, ഞങ്ങൾക്ക് അവരെ കണ്ടുകൊണ്ടിരിക്കണം, അറ്റ് സെയിം ടൈം അവർക്ക് നല്ല വരുമാനം ഉണ്ടാവണം. ഈ ഒരു ഓപ്പണിംഗ് കിട്ടിയതിന് ശേഷം ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ പറയാറുണ്ട് അവരോട്. സാറേ നിങ്ങളുടെ മകൻ എന്താ താല്പര്യം? എന്റെ മകൻ സാർ ഫോട്ടോഗ്രാഫി ഭയങ്കര താല്പര്യം, അപ്പൊ എന്നെ ഫുൾ ടൈം അവൻ ക്യാമറയും കൊണ്ട് നടക്കും. ഞാൻ ഒരുപാട് വഴക്ക് പറയും, സാർ വഴക്ക് പറയണ്ട, സാറിന്റെ മകൻ ആ ക്യാമറ വെച്ചും കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. നല്ല ഫോട്ടോ എടുത്തിട്ട് എങ്ങനെ വിൽക്കണം, എങ്ങനെ കാശാക്കണം എന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും സ്കില്ലായിക്കോട്ടെ, അഭിനയമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പണ്ടൊക്കെ യൂസ്ലെസ് ആണെന്ന് പറയും, ഇങ്ങനെ കളിച്ച് വേസ്റ്റ് ആക്കരുത്. ഒരു ക്രിക്കറ്റർ സമ്പാദിക്കുന്ന പൈസ എത്ര നമുക്കറിയോ? ഒരു ക്രിക്കറ്റ് കളിക്കാരൻ സമ്പാദിക്കുന്ന പൈസ എത്ര അറിയോ? എന്റെ തൊട്ടടുത്ത വീട്ടില് 2 പയ്യന്മാരുണ്ട്. ആ 2 പയ്യന്മാര് അവർ ഇതേപോലെ ബ്രദേഴ്സ് ആണ്. അതില് മൂത്ത ആളെ പേര് ഇതേപോലെ അറിയപ്പെടുന്ന ഒരു കളിക്കാരനാണ്, അവനൊരു ഫുട്ബോൾ പ്ലെയർ ആണ്. അവന്റെ പേര് മുഹമ്മദ് ഇർഷാദ് എന്നാണ് അവന്റെ പേര്. മുഹമ്മദ് ഇർഷാദ്. സാറേ നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് അറിയില്ല, ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ പന്ത് കളിക്കുന്ന സമയത്ത് ഞങ്ങൾ പാടത്ത് പന്ത് കളിക്കുന്ന സമയത്ത് ഒരു ചെറിയ പയ്യൻ വരും, ഞാനൊരു അതിൽ കളിക്കാൻ വേണ്ടി വരും. ഞങ്ങൾ പറയും മോനാണ് മാറി നിൽക്ക്, ഞങ്ങളൊക്കെ കയ്യോ കാലം തട്ടി നിന്റെ കാലം മുറിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, നിന്റെ ഉമ്മ ഒന്ന് ചീത്ത പറയും, വഴക്കുണ്ടാക്കും, നീ പൊയ്ക്കോന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആട്ടി പറഞ്ഞേക്കാറുണ്ട്. പക്ഷെ ഈ കുട്ടി പോവില്ല, അവൻ ചെയ്യാറിയോ? അവൻ ആ പാട വരമ്പത്ത് മാറി നിൽക്കും. എന്നിട്ട് ഞങ്ങൾ കളിക്കുന്ന പന്ത് എങ്ങാനും ഈ പാടത്തിന്റെ ബൗണ്ടറി എടുത്ത് അങ്ങോട്ട് പോയാൽ ഇവൻ ഓടിപ്പോയി പന്ത് എടുത്തിട്ട് അവിടെ ഞങ്ങൾ വേണം പന്ത് ഇട്ടുകൊണ്ടാന്ന് പറയും, പക്ഷെ പന്ത് ഇട്ട് തരില്ല. ഇവൻ തട്ടിക്കൊണ്ടിരിക്കും, ഇവനെ കാലുകൊണ്ട് തട്ടിക്കൊണ്ടാണ് പന്ത് എടുത്തിട്ട് ഞങ്ങളത്തേക്ക് വരിക, ഞാൻ കൈക്ക് കൈമാറും. അപ്പോ ആ പയ്യൻ അന്ന് തൊട്ട് പന്തിനോട് അത്ര പാഷനേറ്റ് ആയിരുന്ന പയ്യൻ അവൻ പിന്നീട് കളിക്കാരനായി. അവൻ കേരള
ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാരനായി, കേരള ഗോകുലം FC യുടെ കളിക്കാരനായി, മോഹൻ ബഗാന്റെ കളിക്കാരനായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവൻ അവിടെ മുംബൈന്റെ മറ്റോ ആണ് കളിക്കാരനായിട്ടുള്ളത്. ISL മാച്ചിൽ ഒരിക്കൽ കേരളത്തിന് എതിരായിട്ട് ഗോൾ അടിച്ച ആൾ കൂടിയാണ് അവൻ. ആ ടീമിന് വേണ്ടി നമ്മൾക്ക് എതിരായിട്ട് ഗോൾ അടിച്ച ISL അല്ല, സന്തോഷ് ട്രോഫിയിൽ ഒരിക്കൽ കേരളം തോൽക്കാൻ വേണ്ടിയിട്ട് ഗോൾ അടിച്ചത് കൂടി അവനാണ്. മുഹമ്മദ് ഇർഷാദ് എന്നാണ് ആളെ പേര്. എന്റെ തൊട്ടടുത്ത വീടാണ്. പക്ഷെ ഞാൻ പറയാണ്, ആ പയ്യന് ഇപ്പൊ ജോലി നേവിയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ഞാനിപ്പോ പെട്ടെന്ന് ഓർക്കാൻ കാരണം, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവനെ ഇന്ന് പള്ളിയിൽ നിന്ന് കണ്ടു. വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ പോയപ്പോ പള്ളിയിൽ ഞാൻ അവനെ കണ്ടു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം പന്ത് നടന്നാൽ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞോടത്ത് ഇവൻ പഠിക്കാൻ കുഴി മടിയനാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവന്റെ ഗേറ്റിന്റെ അവിടെ നിന്ന് അവന്റെ ഉമ്മയും ഉപ്പൊക്കെ അടിച്ചിട്ട് ഇവിടെ സ്കൂളിൽ പോകാൻ പറഞ്ഞ് നാട്ടിൽ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. കുഴി മടിയനാണ്. 10ാം ക്ലാസ്സൊക്കെ കഷ്ടിച്ച് പാസ്സായതാണ്. പക്ഷെ അവന് നേവിയിൽ നല്ലൊരു പൊസിഷനിൽ ഇരുന്നു. കാരണം എന്താ, ഫുട്ബോൾ കളിച്ചു, നല്ലൊരു കളിക്കാരനാണ് അവൻ. അവന്റെ ആ ഒരു കളിയോടുള്ള കോൺട്രിബ്യൂഷന്റെ ഫലമായിട്ട് സ്പോർട്സ് കോട്ടയിൽ അവർക്ക് അവിടെ നല്ലൊരു ജോലി അവർക്ക് കിട്ടുകയാണ്. അപ്പൊ ഇങ്ങനെ അവസരങ്ങൾ ഒരുപാടുണ്ട്. നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ്, നല്ല മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ഇതൊക്കെ ടാലന്റ് ആക്കി മാറ്റാൻ പറ്റും. ഇനി നോക്കിക്കോളൂ, ജിഗ് എക്കണോമി നമുക്ക് ഓൾറെഡി നന്നായിട്ട് അറിയാം. ജിഗ് എക്കണോമി എന്ന് പറഞ്ഞാൽ അതിലെ ഇന്നതാണ് ജോലി എന്നില്ല, എന്തും നമുക്ക് ജോലിയാക്കി മാറ്റാം, എന്ത് കാര്യവും നമുക്ക് ജോലിയാക്കി മാറ്റാം. അപ്പോ ഇനിയുള്ള കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ കൊറോണ പോലുള്ള സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, ഇതുപോലെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കൂടിയിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ടെൻഷൻ, ലൈഫിലെ സ്ട്രെസ്സുകൾ, ടെൻഷനൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള റിലാക്സേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വെച്ചാൽ നന്നായിട്ട് വിജയിക്കാൻ സാധിക്കും. നമ്മളൊക്കെ എപ്പോഴൊക്കെയാണോ ആ ഫോക്കസ് തെറ്റുന്നത് അപ്പോഴൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ പണ്ട് മാതൃഭൂമി ബാലപംക്തി ഞാൻ കഥകൾ എഴുതുമായിരുന്നു. മാതൃഭൂമി ബാലപംക്തി ഞാൻ കഥകൾ എഴുതുന്ന സമയത്ത് ആ കഥകൾ എന്റെ കഥകൾ വരെ തൊട്ടപ്പത്തിന് താഴെ വേറെ 2 കുട്ടികളുടെ പേര് വരുമായിരുന്നു. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിൽ ഒരാളുടെ പേര് ശ്രീബാല കെ മേനോൻ എന്നായിരുന്നു. ശ്രീബാല കെ മേനോൻ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ആ കുട്ടി കവിതകളാണ് എഴുതാറുള്ളത്. അതുപോലെ എന്റെ കഥകളുടെ താഴെ വേറൊരു കഥകൾ ഉണ്ടാവാറുണ്ട്. അതിങ്ങനെയാണ്, PV ഷാജി കുമാർ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. അപ്പൊ ഞങ്ങളൊക്കെ ഒരുമിച്ച് ബാലപംക്തിയുടെ കഥകൾ എഴുതുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോ എന്റെ വീട്ടുകാരൊക്കെ എന്നെ നിർബന്ധിച്ചിട്ട്, ഈ കഥ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നീ ഒരിക്കലും ഗുണം പിടിക്കില്ല, നീ ഒന്ന് റൂട്ട് മാറ്റി പിടിക്കുക, നീ കഥകളൊക്കെ ഇതൊക്കെ നിർത്തി നീ വേറെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ റൂട്ട് ഓരോന്ന് മാറ്റി വിട്ടു. അപ്പൊ ഞാൻ അവര് പറഞ്ഞ വഴിക്ക് ഞാൻ പോവുകയും ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PV ഷാജി കുമാറും ശ്രീ ബാലാക്കെ മേനോനൊക്കെ അവരൊന്നും ആ റൂട്ട് തെറ്റാതെ അതേ റൂട്ടിൽ അവർ മുമ്പോട്ട് പോയി. ഇന്ന് PV ഷാജി കുമാർ എന്ന് പറയുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു എഴുത്തുകാരനാണ്. എത്രയോ പ്രശസ്തമായ സൂപ്പർ ഹിറ്റ് മലയാള സിനിമകൾക്ക് തിരക്കഥ ആളാണ്. ഇപ്പൊ മലയാള സിനിമ ടേക്ക് ഓഫ് പോലുള്ള സിനിമകൾക്ക്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് പറയണ്ട. ഇപ്പൊ പുത്തൻപണം പോലുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള തിരക്കേറിയ ഒരു തിരക്കഥയാണ് മലയാളത്തില്. ഒരുപാട് തിരക്കുകളുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീബാല കെ മേനോൻ, അവരും വളരെ ഫേമസ് ആയി, നല്ലൊരു എഴുത്തുകാരായിട്ട് വന്നു. ഒരു മാത്രമല്ല ഒരു സിനിമാ സംവിധായകയായി. ഈ അടുത്ത കാലത്ത് വരെ അവരുടെ പേര് കാണാമായിരുന്നു. സത്യന്തിക്കാട് സിനിമകളിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ശ്രീ ബാല കെ മേനോൻ കാണാമായിരുന്നു. അപ്പൊ അടുത്തൊരു ഫിലിം സ്വന്തമായിട്ട് ഡയറക്റ്റ് വരെ ചെയ്തു. അപ്പൊ അതാത് മേഖലയിൽ പാഷൻ പിടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, അച്ഛനമ്മമാര് ഒരു ചെറിയ പയ്യനെ സെമിനാരി കൊണ്ടാക്കുകയാണ്. സെമിനാരി കൊണ്ടാക്കി എന്താ പറഞ്ഞത്? അതായത് ആ കുടുംബത്തിലുണ്ടായിരുന്ന ഏതോ ഒരു കാരണവരുടെ ആഗ്രഹമായിരുന്നു ഈ തലമുറയിൽപ്പെട്ട ഒരാളെ സെമിനാരി ചേർത്ത് അച്ഛൻ പട്ടത്തിന് പഠിപ്പിച്ചോളാന്ന്, അച്ഛനാക്കിക്കൊള്ളാന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഒരു കുട്ടിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് പാരന്റ്സ് അവനെ കൊണ്ടുപോയിട്ട് സെമിനാരി കൊണ്ട് ചേർക്കുകയാണ്. 1 വർഷം ആ കുട്ടിയോടെ കടിച്ചു പിടിച്ച് നിന്നു. 1 വർഷം കഴിഞ്ഞപ്പോ ആ കുട്ടി തിരിച്ചിങ്ങോട്ട് പോന്നു. എനിക്ക് ഈ പണി പറ്റില്ല, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞു ആ കുട്ടി ഇങ്ങോട്ട് വന്നു, തിരിച്ചു വന്നു. അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ചത്? ആ രക്ഷിതാക്കൾ പറഞ്ഞു, നീ ആയി നിന്റെ പാടായി, നീ എന്താ ചെയ്തത് ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അവൻ പോയി അവന്റെ ആഗ്രഹം പോലെ അവൻ MBA പഠിച്ചു. അതിന്റെ കൂടെ അവൻ സൈഡ് കുറച്ച് ജോലികളൊക്കെ ചെയ്തു. കൂടെ അവന്റെ ആഗ്രഹം എഴുത്തിലായിരുന്നു. അവനൊരു പുസ്തകം എഴുതി. ആ പുസ്തകം ഇംഗ്ലീഷിലാണ് എഴുതിയത്. ആ ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകവുമായിട്ട് അവൻ നേരെ DC ബുക്സിന്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. സാർ, ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്, ഇതൊന്ന് പ്രസിദ്ധീകരിക്കാമോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, മോനെ ഇതൊക്കെ ആര് വായിക്കാനാണ്, വേണ്ട, നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞയച്ചു. അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ജോലിയിൽ നിന്ന് മിച്ചം വെച്ച കുറച്ച് പൈസ, പോക്കറ്റ് മണി എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ പൈസ കൊണ്ട് ഇവൻ ആ ബുക്ക് സ്വന്തമായിട്ട് അച്ചടിച്ച് പുറത്തിറക്കി 1000 കോപ്പികൾ.
ഇവൻ തന്നെ കൊണ്ടു നടന്ന് ആ പുസ്തകം പുറത്തു കൊണ്ടുപോയിട്ട് കുറച്ച് പേർക്ക് വിറ്റു, കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കുറച്ച് പേർക്ക് വിറ്റു, കുറെ പേരൊക്കെ വാങ്ങി. പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകം ഇറങ്ങി 1 വർഷം കഴിഞ്ഞതിനുള്ളിലായിട്ട് DC ബുക്സ് നമുക്ക് ഇങ്ങോട്ട് വിളിക്കുകയാണ്, നിങ്ങൾ അന്ന് കൊണ്ടുവന്ന ബുക്ക് അത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം. ഞാൻ പറഞ്ഞു, അയ്യോ സാർ, ഞാൻ ഓൾറെഡി ഇറക്കി പോയല്ലോ, ഞാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ആ ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്ത് പോയല്ലോ. നോ പ്രോബ്ലം, 2nd എഡിഷൻ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞ് ആ പയ്യന്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് അവർ വാങ്ങിയിട്ട് അവർ പബ്ലിഷ് ചെയ്തു. ബെസ്റ്റ് സെല്ലർ, DC ബുക്സിന്റെ ചരിത്രത്തിൽ ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ട് ആ ബുക്ക് മാറി. അതിനുശേഷം 2ാമത്തെ പുസ്തകം ആ പയ്യന്റെ അതേ ബുക്ക്, 2ാമത്തെ പുസ്തകം മലയാളത്തിൽ അവന്റെ അനുഭവക്കുറിപ്പുകൾ ആ പയ്യൻ ബുക്കായിട്ട് എഴുതി DC ബുക്സിലൂടെ പ്രസിദ്ധീകരിച്ചു. വമ്പൻ സെയില്. DC ബുക്സിന്റെ കളക്ഷൻ റെക്കോർഡുകളിൽ ഏറ്റവും സെയിൽ നടന്ന പുസ്തകങ്ങളിൽ ഒന്നായിട്ട് വരും. ഇപ്പൊ മറ്റേ നമ്മുടെ ആടുജീവിതം പോലത്തെ പുസ്തകങ്ങളൊക്കെ ഗ്രീൻ ബുക്സ് പബ്ലിഷ് ചെയ്തു, അത് അവരുടെ റെക്കോർഡാണ്. എന്ന് പറഞ്ഞ പോലെ DC ബുക്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന പുസ്തകങ്ങൾ ഒന്നായിട്ട് ആ പുസ്തകം മാറി, 2ാമത്തെ പുസ്തകം. അതിനുശേഷം ആ പയ്യൻ ഒരു 3ാമത്തെ പുസ്തകം എഴുതി. ആ പുസ്തകവും ഇപ്പോ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം ഏതാണെന്നറിയോ? ഞാൻ ആരെ പറ്റി നീ പറയുന്നത് നിങ്ങൾക്കറിയും. ഈ അടുത്തിടെ ഐക്യരാഷ്ട്രസഭ ഇന്ത്യൻ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ യൂത്ത് കോൺഫറൻസിലേക്ക് ക്ഷണിച്ചു വരുത്തി കൊണ്ടുപോയ ആ ഇന്ത്യയിൽ നിന്നുള്ള യൂത്ത് ഐക്കണായി സെലക്ട് ചെയ്ത ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഫസ്റ്റ് ബുക്ക് ബറീഡ് തോട്ട്സ് ആദ്യം DC ബുക്സ് നിരസിച്ചു. അതേ DC ബുക്സ് ആ ബുക്ക് വീണ്ടും പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇറക്കിയ ദൈവത്തിന്റെ ചാരന്മാർ ബെസ്റ്റ് സെല്ലറായി മാറി. അതിനുശേഷം 3ാമത്തെ പുസ്തകം അദ്ദേഹം ഇറക്കി സ്നേഹം കാമം ഭ്രാന്ത്, ഭയങ്കര സെയിൽ. അപ്പോ അതിനുശേഷമാണ് അതിന് ഇത്ര റീച്ച് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പക്ഷേ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹത്തിന് വഴങ്ങി ആ കുട്ടി ആ സെമിനാറിലെ പഠിത്തവുമായി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ, ഇഷ്ടമില്ലെങ്കിൽ പോലും അവിടെ കടിച്ചു പിടിച്ച് നിൽക്കാൻ ആ കുട്ടി ശ്രമിച്ചിരുന്നെങ്കിൽ, ഇന്ന് ഏതെങ്കിലും ഒരു ഇടവകയിലുള്ള ഒരു അച്ഛനായിട്ട് അവിടെയുള്ള 4 ചെറുപ്പക്കാർക്ക് മാത്രം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ഒരു വികാരച്ചനായിട്ട് അയാളുടെ ആ ജീവിതം അവസാനിച്ചു പോകുമായിരുന്നു. അവൻ എന്നാണോ ആ ഒരു സെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്തിടാൻ തയ്യാറായത്, അന്ന് അവന്റെ ജീവിതം മാറാൻ തുടങ്ങി. അല്ലെ? ഇത്രയും ഫേമസ് ആയിട്ട്, വേൾഡ് ഫേമസ് ആയിട്ട് ഒരാളായിട്ട് ഐക്യരാഷ്ട്രസഭ വരെ കുട്ടി. ഇതാണ് വിൽ പവർ എന്ന്. ലാസ്റ്റ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ചെറുപ്പത്തില് ക്ലാസ്സിൽ നിരന്തരമായിട്ട് അധ്യാപകർ എന്ത് പറഞ്ഞാലും അതിന് കൗണ്ടർ അടിക്കുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവന് എവിടുന്നാണ് ആ സ്പോണ്ടേനിയസ് ആയിട്ട് ഹ്യൂമർ വരുന്ന അറിയില്ല. എപ്പോൾ ആരെന്ത് പറഞ്ഞാലും അപ്പൊ കോമഡി പറയും, അപ്പോഴൊക്കെ തിരിച്ച് മറുപടി കൊടുക്കും. അപ്പൊ പലപ്പോഴും അധ്യാപകർക്ക് അവനെ ഭയങ്കര ഒരു ഇഷ്ടക്കേടും ഉണ്ടായിരുന്നു. മാത്രമല്ല പലപ്പോഴും അവനോട് അടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു അധ്യാപകർക്ക്. അവൻ അപ്പൊ കൗണ്ടർ ചെയ്തു. ഒരിക്കൽ അവന്റെ ഒരു അധ്യാപകൻ പറഞ്ഞു, നീ നിന്റെ ഈ വായി കൊണ്ട് നശിച്ചു പോകും, നിന്റെ ഈ ഒറ്റ സ്വഭാവം കൊണ്ട്, ഈ കൗണ്ടർ അടിക്കുന്ന സ്വഭാവം കൊണ്ട് നീ നശിച്ചു പോകുന്നു നോക്കോ, ഇത് മാത്രമേ തന്നെ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്ക് പറ്റില്ല. ആ കുട്ടി ആ കൗണ്ടർ അടിക്കുന്ന സ്വഭാവം തന്നെ അവനത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, ഞാൻ കൈ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അതേ തൊഴിലാക്കി മാറ്റി സ്റ്റേജിലൂടെ ചെറിയ ചെറിയ സ്റ്റാൻഡപ്പ് കോമഡി അതുപോലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് കയറി വന്നിട്ട് ഇന്ന് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു ടെലിവിഷൻ ആങ്കറാണ്, ഒരു ടെലിവിഷൻ ഷോയുടെ ഹോസ്റ്റാണ് അദ്ദേഹം. ആരാന്നെങ്കിലും പറയാൻ പറ്റുമോ? സുനൈന മാഡം പറയാൻ പറ്റുമോ? ഞാനിപ്പോ ആരെ കുറിച്ചാണ് പറയുന്നത്? കപിൽ ശർമ്മയാണോ? യെസ്, എക്സാക്ട്ലി, കപിൽ ശർമ്മ. ഒരു എപ്പിസോഡിന് കപിൽ ശർമ്മ എത്ര വാങ്ങുന്നതായിരിക്കും അറിയോ? ഒരു എപ്പിസോഡിന് സ്റ്റേജ് ഷോ 1 crore കണ്ടാണ്. യെസ്, ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യണം. ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം വന്നിട്ട് ചിലപ്പോൾ ഒരു ദിവസം 2-3 എപ്പിസോഡ് ഷൂട്ട് ചെയ്യും. ആ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് അദ്ദേഹം വാങ്ങുന്ന പൈസ 1 ലക്ഷം രൂപ, 1 crore, 1 crore rupees ആണ്. സോണി ടിവിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. കൊറോണക്ക് മുമ്പ് ഏകദേശം 1 crore മേലെ പോയിട്ടുണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം കുറച്ചു ഇപ്പോ 1 crore ആണ് അദ്ദേഹം പ്രതിഫലം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അവനവന്റെ പാഷന്റെ പുറകെ പോകുന്ന ആളുകൾക്ക് അവരുടെ ലൈഫിൽ വിജയിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം ഞങ്ങളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ ഉറപ്പായിട്ടും എടുക്കുന്നുണ്ട്. പാഷൻ എങ്ങനെ പ്രൊഫഷൻ ആക്കി മാറ്റാന്നുള്ള ഒരു ക്ലാസ് ഉറപ്പായിട്ടും ഇതിലുണ്ടാവും, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമുക്ക് അതുമായിട്ട് സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് സമയമായും തോന്നുന്നു. സാറേ,
പറയൂ. നമ്മളുടെ ചില കുട്ടികളെ ആ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മീൻസ് എന്റെ കുട്ടിയൊക്കെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളിടത്താണ് ഇപ്പൊ നമ്മള് കൺഫ്യൂഷൻ ആയിരിക്കുന്നത്. ഇല്ല സാറേ, കാരണം അത് ഇവര് നമ്മൾ പറഞ്ഞ് എന്താണ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ല ഇവരെ എവിടെ പോയി കഴിഞ്ഞാലും ഇവരോട് ഒരു മിനിറ്റ് ഒരു സിനിമയിലെ ഡയലോഗ് വെച്ചിട്ട് നമ്മളോട് പറയാണ് ഒരു എന്താണ് സിംഗിൾ പേപ്പറിന്റെ ഫ്യൂച്ചർ ജയിക്കാൻ ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്, അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അവര് പറയുന്നത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 1800 ഉണ്ടാക്കിയത്, ഇതൊക്കെ പിള്ളേർ പഠിച്ചു വെച്ചേക്കാം. 1800 എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഇത്, ഈ കാലത്തിന് പറ്റിയതെല്ലാം നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത് സാറേ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അവരുടെ ഫോർമൽ എഡ്യൂക്കേഷൻ അവരുടെ നമ്മൾ പറഞ്ഞ പാഷൻ ശ്രമിച്ചിട്ട് പോകണമെന്നുള്ളതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ അതായിക്കോട്ടെ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി വേണമെന്ന് പറയുമ്പോഴാണ് സ്കൂളിൽ ഇങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കുക. അപ്പൊ അല്ല, അതാണ് ഞാൻ പറയുന്നത് സംബന്ധിച്ച് സാറ് ഞാൻ പറയുന്നത് കേൾക്ക് എനിക്ക് മനസ്സിലായി. ചോദ്യം എനിക്ക് പിടികിട്ടി സാറ്, ഞാൻ പറയുന്നത് കേൾക്കും. അതായത് ഈ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അടിത്തറ പോലെ, നമ്മുടെ വീടിന്റെ അടിത്തറ പോലെയാണ് അല്ലെ? ആ അടിത്തറ സ്ട്രോങ് ആയാൽ മാത്രമേ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് മനോഹരമായ സൗധം കെട്ടിപ്പൊക്കിയാലും സ്ട്രോങ് ആയി നിൽക്കുള്ളൂ. ഈ അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ ഒന്നും നിൽക്കില്ല. അപ്പൊ നിങ്ങള് ഒരു ഡോക്ടർ ഉദ്യോഗത്തിന് പോകുന്നോ, അല്ല വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ നിങ്ങൾ റെഡ് കോളർ ബ്ലൂ കോളർ ജോലിക്ക് പോകുന്നോ, ഇതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ ആവുന്നോ, നിങ്ങൾ എന്ത് ജോലിക്ക് പോയാലും ഒരു വിഷയമില്ല. പക്ഷെ എവിടെ പോയാലും ഒരു ചോദ്യം വരും, നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യം വരും. വാട്ട് ഈസ് യുവർ പ്രൈമറി എഡ്യൂക്കേഷൻ, വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? അപ്പോൾ കുറഞ്ഞ പക്ഷം അതിന് വേണ്ടിയെങ്കിലും നമ്മൾ നല്ലൊരു ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നേരെ മറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫൗണ്ടേഷൻ നമ്മൾ എവിടെ പരാജയപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞങ്ങൾ കുറച്ച് ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയ സമയത്ത് ഇതേപോലെ കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ വന്ന് സിനിമ കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ അവർ ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു. സിനിമ അവസാനിക്കുന്നത് വരെ ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഇന്റർവെലിന്റെ അടുത്ത് വരെ ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു. അത് ബാക്കിയുള്ള ആളുകൾ അത് ഏതോ കോളേജിൽ കാര്യമായ എന്തോ ഒരു കോഴ്സിന് പഠിക്കുന്ന കുട്ടികളാണ്, എഞ്ചിനീയറിംഗ് മറ്റോ പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷെ അവർ ഭയങ്കര തിയേറ്ററിനകത്ത് ഭയങ്കര ഒച്ചയും ബഹളവും, ലൂസ് കമന്റ്സ്, ലൂസ് ടോക്സ്, ഒരുപാട് കമന്റുകൾ അടിക്കുക, ഒരു നമ്മുടെ നാട്ടിൽ ചളി അടിക്കുക എന്ന് പറയില്ല, അങ്ങനെ ഭയങ്കര ഒച്ച വിളിച്ചു. അതിൽ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട്. ഒരു ഘട്ടം എത്തിയപ്പോ ഒരു പയ്യൻ ഫോൺ എടുത്തുകൊണ്ട് ഫോണിൽ ഇങ്ങനെ ആരോടോ സംസാരിച്ചുകൊണ്ടേയിരിക്കുക, ഭയങ്കര ഉറക്കെ സംസാരിക്കുകയാണ്, ഉറക്കെ ഫോണിൽ സംസാരിക്കുകയാണ്. മൊത്തം തിയേറ്ററും തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്റെ കൺട്രോൾ പോയി ഞാൻ നീച്ചെന്ന് പറഞ്ഞു, മോനെ ഫോൺ ഓഫാക്ക്, നിനക്ക് സംസാരിക്കാൻ പുറത്തു പോയി സംസാരിച്ചിട്ട് വാ. നിങ്ങൾ കുറെ പേര് കുറെ നേരം അതിനോട് കൊണ്ട് ഒച്ചയും പാടുണ്ടാക്കും. ഞങ്ങൾക്ക് പണം കാണുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടും. എത്ര ഇങ്ങനെ പഠിക്കുന്നു നിങ്ങൾ, കുറച്ച് കോമൺ സെൻസ് വേണ്ടേ എന്ന് 2-3 ഡയലോഗ് അടിച്ചപ്പോ എല്ലാവരും ഒന്ന് ഒതുങ്ങി. എല്ലാവരും അപ്പോഴത്തേക്കും വേറെയും ആളൊക്കെ നീച്ചു നിന്നു. അപ്പൊ ഇവരൊന്നും പേടിച്ചു, ഒന്ന് ഒതുങ്ങി. പിന്നെ ഒരാരും ഒച്ചയും പാടും ഉണ്ടാക്കി. പക്ഷെ ഞാൻ പറയുന്നത്, ഈ സാഹചര്യം നമ്മളുടെ സന്തോഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത്, അവരെ ശല്യപ്പെടുന്ന രീതിയിൽ ആവരുത് അല്ലെ? എന്താണ് നമ്മുടെ കവി പാടിയിട്ടുള്ളത്? എങ്ങനെയാണ്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നും സൗഖ്യത്തിനായി വരേണം അല്ലെ എന്ന് പാടിയ വരികള് നമുക്ക് കവിവാചകം നമ്മൾ ഇങ്ങനെ എഴുതി വെക്കേണ്ടതാണ്. അപ്പോ എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായാലും ശരി, നമ്മുടെ ഒരു സാമൂഹിക തലത്തിലേക്ക് വരുന്ന സമയത്ത്, സോഷ്യൽ പ്ലാറ്റ്ഫോംസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും ശരിയല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചെങ്കിലും വരില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയാ പരാജയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള നല്ല ക്വാളിറ്റീസ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സാധിക്കാറില്ല. കുറെ ടെക്സ്ച്വൽ നോളജ് ആരൊക്കെയോ ഏതൊക്കെയോ നൂറ്റാണ്ടുകളിൽ എഴുതിച്ച് കുറെ ഫിലോസഫികൾ അവർ പറഞ്ഞു കൊടുക്കുന്നു എന്നല്ലാതെ, ഇപ്പൊ ഞാൻ പോലും MBA കോളേജിൽ ക്ലാസ് എടുക്കുന്നത് സാറാണ്. അപ്പൊ ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടാനാണ് പതിവ്. ഞാൻ പറയും, നിങ്ങൾ മക്കൾ ഇത് വായിച്ച് പഠിച്ചാൽ മതി, നിങ്ങൾ വീട്ടിൽ പോയിട്ട് താനേ വായിച്ച് പഠിച്ചാൽ മതി. എന്ത് കുറെ സിലബസ്, അതായത് മാനേജ്മെന്റ് തോട്ട്സ്, ഹിസ്റ്ററി ഓഫ് മാനേജ്മെന്റ് തോട്ട്സ്, മാനേജ്മെന്റ് എങ്ങനെ ഉണ്ടായി, എവിടെ തുടങ്ങി, എന്ത് തുടങ്ങി. ഞാൻ പറയും, മക്കളെ അതൊക്കെ നിങ്ങൾ വിട്ടുകാരണം വീട്ടിൽ പോയിട്ട് നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അവിടെ പോയി പഠിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഗെയിംസ് പറയും, കുറച്ച് ആക്ടിവിറ്റീസ് പറയും, കുറച്ച് കേസ് സ്റ്റഡീസ് തരും, ഒക്കെ ചെയ്യുക. ഞാൻ സിറ്റുവേഷൻസ് പറഞ്ഞു നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കുക, കാണിച്ചു തരിക, റോൾ പ്ലേ, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, ബ്രെയിൻ സ്റ്റോമിങ്, ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ക്ലാസ് എടുക്കാറുള്ളത്. അപ്പൊ മാത്രമല്ല, എന്റെ ക്ലാസ് 1 മണിക്കൂറാണെങ്കിൽ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 50 മിനിറ്റ്സ് ആകുമ്പോൾ ക്ലാസ് നിർത്തും, ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് ഇന്ററാക്ട് ചെയ്യും. ഇടയ്ക്ക് ഇതുപോലെ നല്ല സംഭവങ്ങൾ പറഞ്ഞു. നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഫോൺ നിങ്ങൾ സ്ക്രീന് ഓൺ ആക്കിയിട്ടും ബാക്കിയുള്ള ആൾക്കാർ മൊത്തത്തിൽ ലൈറ്റ് അടിക്കരുത്. ട്രെയിനിലോ മറ്റോ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 10 മണി കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി നിങ്ങൾ അടുത്തുള്ള ആൾക്കാർക്ക് ശല്യപ്പെടുത്തുന്നുണ്ടാക്കരുത്, ഉറങ്ങുന്ന ആൾക്കാർ ശല്യപ്പെടുത്തരുത്. ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കെ പാട്ട് വെക്കരുത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം
എങ്ങനെയെങ്കിലും കുട്ടികളുടെ ഉള്ളിൽ എന്തെങ്കിലും നല്ല ക്വാളിറ്റി കയറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റവും കൂടി നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള നല്ല ഗുണങ്ങൾ കുട്ടികളിലേക്ക് അവരെ ചെറുപ്പം തൊട്ടേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെച്ചപ്പെടും. അപ്പോൾ അവർ പറയുന്ന പോലെ കുറെ ബുക്കുകൾ പഠിച്ചിട്ട് കാര്യമില്ല, പക്ഷെ അതൊരു ഫൗണ്ടേഷൻ ആണ്. ആ അടിത്തറ സ്ട്രോങ് ആയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഇനി അതർ ക്വസ്റ്റ്യൻസ്? ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫ്യൂച്ചർ സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ലേണിംഗിന്റെ മറ്റുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ എന്തായിരിക്കും ഫ്യൂച്ചർ? ആ തരത്തിലുള്ള കുട്ടികൾ ഇപ്പം എന്താ പറയാ ടെക്നോളജിയാണ് കൂടുതൽ അവരതിൽ എടുക്കുന്നത്. മറ്റുള്ള പല സബ്ജക്ട്സും അത് ഒഴിവാക്കിക്കൊണ്ടാണ് ടെക്നോളജിക്കൽ സബ്ജക്ട്സിലേക്ക് കൂടുതൽ പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്താ പറയാൻ പറ്റും ഇതേപോലെ ഫ്യൂച്ചർ വരുമ്പോഴത്തേക്ക് അവരൊക്കെ? സാറേ ഇപ്പോ ഞാനിപ്പോ ഈ സാറ് ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ പേപ്പർ കണ്ടോ, അതൊരു വിസിറ്റിംഗ് കാർഡാണ് സാറേ. ഇത് ശിവാനി വർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയുടെ കാർഡാണ് എന്റെ കയ്യിലുള്ളത്. ഇത് നേച്ചർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പൊ ഇവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ പറഞ്ഞ പോലത്തെ സംഭവം വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ സംഭവം അവര് ഡൽഹിയിലാണ് ഇവരുടെ ഓഫീസ് ഉള്ളത്. ഡൽഹിയിൽ തുടങ്ങിയിട്ട് അവരിപ്പോ ഇങ്ങനെ ഇന്ത്യന്റെ പല പല ഭാഗങ്ങളിലേക്ക് അവര് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതിന്റെ കുറെ ആളുകൾ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽപ്പെട്ട അവർ തന്ന കാർഡാണ് ഞാൻ ഇതില് കാണിക്കുന്നത്. ശുഭാംഗി ബൻസാൽ പ്രൊജക്ട് ലീഡ്, അതുപോലെ കോ ഫൗണ്ടർ അക്ഷൽ അഗർവാൾ, ഈ 3 പേരുടെ കാർഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇവര് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറയും അല്ലെ, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഈ പറയുന്നതിന് പകരമായിട്ട് അവർ പറയുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, സയൻസ്, ടെക്നോളജി, ആർട്സ്, എഞ്ചിനീയറിംഗ്, ആർട്സ് മാനേജ്മെന്റ്, അതുപോലെ സ്ട്രീം എന്ന് പറയും. സ്ട്രീം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടി ഒരു ലൈഫിനെ കുറച്ചും കൂടി ഒന്ന് റിജുവനേറ്റഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലേണിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മൾ മൂല്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു പുതിയ സിസ്റ്റം. അവർ പറയുന്ന ഒരു ചെറിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കയ്യില് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം, ഒരു ജോമെട്രി ബോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ, ഒരു പെൻ ആയിക്കോട്ടെ, ഒരു പെൻസിൽ ആയിക്കോട്ടെ, ഷാർപ്പനർ ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ എക്സസ് ഉണ്ട്, നമുക്കത് ആവശ്യമില്ല, നമുക്കത് ആവശ്യം കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ സ്കൂളിലും ഒരു കിണർ പോലെ കിണറിന്റെ റിങ് പോലെ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഈ കുട്ടികൾ തങ്ങളുടെ കയ്യിൽ എക്സസ് ആയിട്ട് സാധനങ്ങൾ അതിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് പോരണം, ഇട്ടിട്ട് ജസ്റ്റ് ഇടുക, പോരുക, തിരിച്ചു പോരുക. അതേ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ ഇട്ടിട്ട് നിക്ഷേപിച്ചിട്ട് വന്നു, എന്റെ കയ്യിൽ 2-3 വാട്ടർ ബോട്ടിൽ, അപ്പൊ ഒരെണ്ണം ഞാൻ കൊണ്ട് നിക്ഷേപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിൽ ഇല്ലാത്തൊരു കുട്ടിക്ക് അവിടെ പോയി ആ വാട്ടർ ബോട്ടിൽ എടുത്ത് അവനക്ക് ഉപയോഗിച്ച് തുടങ്ങണം. അതുപോലെ ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് എങ്ങനെ CPR കൊടുക്കണം, എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, എങ്ങനെ ഒരാൾക്ക് ഷോക്ക് ഇട്ടാൽ എങ്ങനെ നമ്മളതിനെ എങ്ങനെയാണ് കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും, ഒരാൾക്ക് ഒരു തൊണ്ടയിൽ ഒരു വശത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ, ഒരു ചോക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും, മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ടെക്നോളജി കൊണ്ട് ഒന്നും ആവില്ല സാർ. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യന്ത്രമനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ എല്ലാവരും പോകുന്നത്, ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം ഒരു 5-6 വയസ്സ് വരെ കുട്ടികളെ ബേസിക് കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ കയ്യിൽ ഒരു പഴമുള്ളെങ്കിൽ പോലും നമ്മൾ അത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് വിശപ്പുള്ള തൊട്ടടുത്തുള്ള ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള മൈൻഡ് നമുക്ക് വേണം. ഞാൻ എന്റെ വീട്ടിലൊക്കെ എന്റെ കുട്ടികളൊക്കെ പറയുന്ന സംഭവം അതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ എന്റെ ഉമ്മൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ട് പറയുന്നതാണ്. എന്റെ ഉമ്മ ഇങ്ങനെ പറയും, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പറയും, നിങ്ങൾ വീട്ടിൽ പോയാൽ ഇത് നിങ്ങൾ തന്നെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ വേറെ കുട്ടികളൊക്കെ എടുത്ത് കഴിക്കും, അപ്പോൾ വേറെ ആർക്കും കൊടുക്കണം, നിങ്ങൾ തന്നെ കഴിക്കണം എന്നൊക്കെ പറയും. ഞാൻ എന്റെ മക്കളോട് പറയും, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും കുട്ടികൾ ഭക്ഷണം കൊണ്ടുവരാത്ത കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം നല്ല ഭക്ഷണം കൊണ്ടുവരാൻ കപ്പാസിറ്റി കുട്ടികൾ സ്കൂളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയും കൂടി കൊടുത്തിട്ട് പങ്കിട്ട് കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മഹത്വം എന്ന് ഞാൻ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് ഞാൻ എന്റെ കുട്ടികൾക്ക് ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. കാരണം അതുപോലെ എല്ലാവരും വീട്ടിൽ നിന്ന് അങ്ങനത്തെ ചെറിയ സിസ്റ്റംസ് കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മൾ തുടങ്ങണം. അത് ഒരു സ്കൂളിൽ ചേർന്ന ശേഷം കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളത് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഒരു വശം. പണ്ട് ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളോട് ഗുരുനാഥൻ ചോദ്യമാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു പാക്കറ്റ് ബ്രെഡ് ഇങ്ങനെ കയ്യിലെടുത്തു. ഞാൻ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത്
ഒരു പുതിയ തരം ഭക്ഷണ പദാർത്ഥമാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു പുതിയൊരു ഭക്ഷണ പദാർത്ഥമാണ്. ഇതിന് ബ്രെഡ് എന്നാണ് അവർ പേര് വിളിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ കേട്ടിട്ടുണ്ട് സാർ, ഞങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, എല്ലാ വിദ്യാർത്ഥികളും പറഞ്ഞു. ഓക്കെ, ഇത് എങ്ങനെ കഴിച്ചാലായിരിക്കും ഏറ്റവും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. ഉടനെ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, സാർ ഞാൻ കേട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാർ തന്നെ ഇതിന് വേറൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, ജാം എന്ന് പറയും. അത് ഇതിന്റെ കൂടെ കൂട്ടി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും സാർ, നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ഉടനെ വേറൊരു വിദ്യാർത്ഥി പറഞ്ഞു, അല്ല സാർ ഞാൻ കേട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാരെ കുറച്ചുകൂടി താല്പര്യം ബട്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബട്ടർ അത് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും താല്പര്യം, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. വേറൊരു കുട്ടി പറഞ്ഞു, അല്ല സാർ അത് ചീസിന്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ പല 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 അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, പൊതുവെ കുറച്ച് അന്തർമുഖനായി അധികം സംസാരിക്കാത്ത ഒരു വിദ്യാർത്ഥി. ആ ഗുരുനാഥൻ അവന്റെ കൂടെ ചെന്ന് അവനോട് ചോദിച്ചു, മോനെ ഈ ഭക്ഷണം എങ്ങനെ കഴിച്ചാലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക, എങ്ങനെ കഴിച്ചാലാണ് ഇത് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇത് നമ്മൾ പങ്കിട്ട് കഴിച്ചാലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ആ കുട്ടി പറഞ്ഞ മറുപടി, ഈ ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുമ്പോഴാണ് ഏറ്റവും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. ഉടനെ ആ അധ്യാപകൻ പറഞ്ഞു, നീ പറഞ്ഞതാണ് മോനെ ശരി ഉത്തരം, ഇതാ ഈ ബ്രെഡ് നിനക്കുള്ളതാണ്, നീ കഴിച്ചോ എന്ന് പറഞ്ഞു. ആ കുട്ടി നന്ദിപൂർവ്വം അത് വാങ്ങിയിട്ട് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തു, എല്ലാ കുട്ടികൾക്കും പങ്കിട്ട് കൊടുത്തു. ആ വിദ്യാർത്ഥി ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഗുരുനാഥൻ അറിയാം, ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു ആ ഗുരുനാഥൻ. ആ ശരി ഉത്തരം പറഞ്ഞ് പങ്കിട്ട് കഴിക്കാൻ തയ്യാറായ ആ വിദ്യാർത്ഥിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അപ്പോ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു നല്ല ഗുണം എങ്ങനെയാണ് അവന്റെ ഭാവിയെ കരുപിടിപ്പിക്കാൻ സഹായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന വെച്ചിട്ട് നിങ്ങൾ എത്ര ടെക്നോളജി പറയുന്ന കാര്യമില്ല, എല്ലാം യാന്ത്രികമായി പോകും, മാനുഷികമായ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ടെക്നിക്കലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇപ്പൊ എന്റെ മോൾക്ക് അറിയാം, ഇപ്പൊ ഞാൻ ഈ ഉപയോഗിക്കുന്ന ഈ ഫോൺ ഉണ്ടല്ലോ, ഈ ഫോണിലെ ഞാൻ എത്ര തന്നെ പാസ്വേഡ് മാറ്റിയാലും 2 വയസ്സുള്ള എന്റെ മോള്, ചെറിയ കുട്ടിക്ക്, അവൾക്ക് അറിയാം ഞാൻ അത് എങ്ങനെ ഓപ്പൺ ചെയ്യണം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ എല്ലാം യാന്ത്രികമായി പോകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ മടക്കി കൊണ്ടുവരണമെങ്കിൽ കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വം നമ്മൾ അവർക്ക് കുത്തിവെക്കണം. അത് നമുക്ക് ഒരു സിലബസിലും ഇപ്പൊ അതില്ല, പക്ഷെ വീട്ടിൽ നമുക്ക് സിലബസ് ഉണ്ടാക്കി നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. എന്തായാലും സമയം കുറെ കടന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ആർക്കും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും വന്നതിന്. നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി മുമ്പോട്ട് പോകാം. നമ്മൾ ഈ മാസം എപ്പോ സാർ പറഞ്ഞ തൃശ്ശൂര് എന്ന് പറഞ്ഞില്ലേ, എപ്പോ ഡേറ്റ്? എന്തിന്റെ സാറേ? തൃശ്ശൂര് സാർ പറഞ്ഞില്ലേ ഈ മാസം ജനുവരി മാസം നമ്മളെ ഒരു മീറ്റ് ഉണ്ട് പറഞ്ഞില്ലേ, എപ്പോഴാണ് ഡേറ്റ്? മിക്കവാറും ജനുവരി ലാസ്റ്റ് ആയിരിക്കും സാർ. നമുക്ക് ഇവിടെ ഒരു വെന്യൂ കൺഫേം ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ വെന്യൂ കൺഫേം ആയിട്ടില്ല. അവിടെ ഞാൻ അറിയിക്കാം സാർ. അടുത്ത ക്ലാസ്സിൽ ഞാനൊരു കൃത്യമായ ഒരു പിക്ചർ ഞാൻ തരാം. അടുത്ത വെള്ളിയാഴ്ച ഞാൻ കൃത്യമായ ഒരു രൂപരേഖ ഞാൻ തരാം. 21 ഉണ്ടാവില്ല സാർ? 21 ആയിരിക്കില്ലല്ലോ അല്ലെ? 21 ഉണ്ടാവില്ലല്ലോ. താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ. അല്ല, വർക്കിംഗ് ഡേ ആവില്ല സാർ, ഒരു വർക്കിംഗ് ഡേ ആവാൻ സാധ്യതയില്ല. എന്തായാലും ഒരു ഹോളിഡേ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ സാർ, ഓക്കെ. എനിവേ വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും പങ്കെടുത്തതിൽ. അപ്പോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ, പിന്നെ ഈ ഇന്ററാക്ഷൻ കുറച്ച് ഒരുപാട് ലൈവ്ലി ആയി പോയതുകൊണ്ടാണ് ഞാൻ അടുത്ത കണ്ടിന്യൂഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനടുത്ത കണ്ടന്റ് എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. താങ്ക് യു സോ മച്ച്. Good night. Thank you. Thank you, sir. Thank you. Good night all.